സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലമായിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കത്തെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കത്തെ അറിഞ്ഞുകൊണ്ടാണല്ലോ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രികാലം നാം ദൈവപാഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കണം. അത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ തക്കണം. ദൈവങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുവാൻ തക്കണം ദൈവം സഹായിച്ചു. അതിനെല്ലാം അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കണം. ദൈവസന്നിധിയിൽ പാടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒന്നിച്ച് ആരാധിക്കുവാൻ എല്ലാം ദൈവം സഹായിക്കണം. അതിനുശേഷം ദൈവത്തിൻ്റെ ആഴമുള്ള വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യയുണ്ട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കണം ദൈവങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ തോമസ് മാത്യു ഒരാഴ്ച മുന്നോട്ട് വന്ന് കടന്നു വന്ന് നമ്മുടെ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ പകലിൻ്റെ സമയങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ സാഹചര്യങ്ങളൊക്കെ അടിയങ്ങൾ ഓരോരുത്തരുമായിരുന്നു. എന്നാൽ തക്ക സമയത്ത് അവിടുത്തെ ആലയത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ വിശ്വസ്ത നന്ദി നിർണയത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രകാരം ഞങ്ങളുടെ കൺവെൻഷൻ്റെ ആദ്യ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും പരിപാലിച്ചു. വ്യക്തിപരമായി, കുടുംബമായി, സഭയായി അവിടുന്ന് എല്ലാവരെയും വഴി നടത്തി. അല്പമായ അസ്വസ്ഥതയിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വന്നു. വേർപാടിൻ്റെ ദുഃഖവും മറ്റു പ്രയാസങ്ങളും ഒക്കെ സഭയിൽ ഉണ്ടായി. എന്നാൽ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിനൊക്കെ കർത്താവ് സഹായിച്ചു. കർത്തദാസനും കടന്നുപോയിരിക്കുന്ന അവസ്ഥയാണല്ലോ. എല്ലാ ശുശ്രൂഷകളും വളരെ ഭംഗിയായി നടക്കുന്നതിനിടയായി. അതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യാസമയം കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വീണ്ടും കടന്നു വരുവാനുള്ളവർ ഒക്കെ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ഒരുമിച്ച് ശുശ്രൂഷകൾ പങ്കിടുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അതിശയകരമായി അവിടുന്ന് ഈ മരുഭൂമിയിൽ വഴി നടത്തിയ വിധങ്ങൾ ഒരിക്കൽ കൂടി നന്ദി നിർണയത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് സകലത്തിനും മതിയായ നല്ല കർത്താവ്, നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവ്, അവിടുത്തെ വിശ്വസ്ത ജീവിതത്തിൽ കണ്ട് സന്തോഷിപ്പാൻ ഇന്നയോളം അവിടുന്ന് സഹായിച്ചു. പിന്നെയും അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യം അടിയങ്ങോട് കൂടുണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സഭയെ, OPയെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഇവിടുത്തെ കൗൺസിലിനെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവ് ഈ സഭയെ തീർത്തുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിന്നെയും അവിടുത്തെ പാദപീഠത്തിൽ താണിരിപ്പാനും അവിടുത്തെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിപ്പാനും അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചന ശുശ്രൂഷയുടെ മുമ്പാകെയും ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ കടന്നു വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ ഈ സന്ധ്യാസമയം കർത്താവ് സഹായിക്കുമാറാകണം. ഇന്നത്തെ ദിവസമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലെ കൺവെൻഷനിലും അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണം. യഹോവ ഞങ്ങൾക്ക് വലിയവ് ചെയ്തു എന്ന് പറയുവാൻ, ദൈവസന്നിധിയിൽ അധികം സന്തോഷിപ്പാൻ ഈ ദിവസങ്ങൾ പ്രത്യേകം അവിടുന്ന് സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ളവരും എത്രയും പെട്ടെന്ന് കടന്നു വന്ന് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണം. ശുശ്രൂഷയുടെ എല്ലാ ഭാഗങ്ങളിലും അവിടുത്തെ കൃപയുണ്ടായിരിക്കുമാറാകണം. ഗാന ശുശ്രൂഷ, മറ്റ് എല്ലാ ശുശ്രൂഷകളിലും കർത്താവെ അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണം. കടന്നു വന്നവൻ നന്നായി ആത്മീയ സന്തോഷം പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ കൃപ ചെയ്യുമാറാകണം. വചനം സംസാരിക്കുന്ന ആ ദാസനെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വചനം ഏതാത്മാവിൽ എഴുതിയിരിക്കുന്നുവോ അതേ ആത്മാവിൽ ഈ രാത്രികാലം അടിയങ്ങൾക്ക് വിവേചിച്ചു തരുവാൻ പ്രിയതേ കർത്തദാസനെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ യാത്രയിലും അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. ഒരുമിച്ച് തള്ളി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പാദപീഠത്തിങ്കൽ അടിയങ്ങൾ അല്പസമയം ആയിരിക്കട്ടെ. അവിടുന്ന് ഹൃദ്യമായി ഞങ്ങൾ ഇടപെടുമാറാകണം. എല്ലാ നിലയിലും അനുഗ്രഹത്തിൻ്റെ സമയങ്ങളാക്കി തീർക്കുമാറാകണം. മാനവും മഹത്വവും അവിടെ തന്നെ എടുക്കുമാറാകണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേട്ടുത്തരമാറാകണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിലേക്ക് ഇന്ന് ഇപ്പോൾ കടന്നു വരുവാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമുക്കറിയാം യാത്ര ചെയ്ത് കടന്നു വരുന്ന അല്പമായ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്നാലും
ദൈവസന്നിധിയിൽ ഇത്രത്തോളം പേർക്ക് കടന്നു വരുവാൻ തൊക്കണം ദൈവം കൃപ ചെയ്തു. എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേക നാമ അതിഥിയായി ഈ ദിവസങ്ങൾ നമ്മൾ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അവറുകൾ കഴിഞ്ഞ രാത്രി എത്തിച്ചേരുവാൻ തൊക്കണം ഇടയായിത്തീർന്നു. തന്നെ സാന്നിധ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി സമയമായി തീരുവാൻ തൊക്കണം. ദൈവത്തിന് മുന്നിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ആഴമായ ആലോചന നമ്മുടെ ജീവിതത്തിന് വിലയേറിയ അനുഗ്രഹമായി തീരുവാൻ തൊക്കണം. നല്ല സമയമായി ദൈവം മാറ്റാൻ തൊക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഇപ്പോൾ നമ്മുടെ സഭയുടെ കൊയർ, ചർച്ച് കൊയർ മുന്നോട്ട് കടന്നു വന്ന് ഗാന ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് പാടുവാനും ദൈവത്തിൽ ഗാനങ്ങൾ സന്തോഷിക്കുവാനും ഒക്കെ നല്ല അവസരങ്ങളായി ദൈവം തീർക്കട്ടെ. പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊയറിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. നമുക്ക് പ്രകാരം കൺവെൻഷനായി കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്കിടയാക്കിയതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ സ്പെഷ്യൽ ഗസ്റ്റായി വന്നിരിക്കുന്ന ദേവദാസനെയും ഈ ഗാന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തോമസ് ചാൻ, രാജ് ചാൻ അവരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ആളുകൾ കുറവാണ്, നമുക്ക് കാരണമൊക്കെ നമുക്കറിയാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ പാടുന്ന ഗാനങ്ങൾ പുതിയതും പഴയതുമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. നമുക്ക് സ്ക്രീനിൽ നോക്കി അറിയാവുന്നത് പാടാം, അല്ലാത്തത് പഠിക്കാം. ദൈവമേ അവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പാടുന്നൊരു പാട്ട്, എൻ്റെ പ്രാണപ്രിയനെ പ്രത്യാശക്കാരനെ നിൻ്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവ് ഈ നമ്മളെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും ആനന്ദകരമായ ഒരു അവസ്ഥയാണ്. കർത്താവ് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ കർത്താവിന് നമ്മളെ ചേർക്കുവാനായിട്ട് കടന്നു വരുന്നു. നമ്മളതിനായി ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവ് അവരെയും സഹായിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാണപ്രിയനെ പ്രത്യാശകാരണനെ നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകാരണനെ നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൽ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൽ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനെ പ്രത്യാശകാരണനെ നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആഗ്രഹമല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിന് ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിന് ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാൽ കൺമഷം നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വപ്പുരം പോകിടാം. ആനന്ദമേറെയുണ്ട്,
എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടല്ലേ. മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടല്ലേ. അന്ത്യനാളിൽ 100 പേരി കാഴ്ച വെച്ചിടുമ്പോൾ സ്വർഗീയ സൈന്യമാർപ്പുനാദം ഉച്ചത്തിൽ മുഴക്കുമേ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ മനോഹരമായ ഒരു ഗാനം ശ്രവിച്ചു. അടുത്തതായിട്ട് ഞങ്ങൾ ആലപിക്കാൻ പോകുന്ന ഒരു ഗാനം വളരെ പഴക്കമുള്ള ഒരു ഗാനമാണ്. മൽപ്രാണ നായകനെ മാ കൃപാസിന്ധോ എന്ന് തുടങ്ങുന്ന ഒരു പഴയ ഗാനമാണ് ഞങ്ങൾ നിങ്ങൾക്കായി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ വരികളിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ ഈ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ ലൈനിൽ പറയുന്നു, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ശാപങ്ങൾ, നമ്മുടെ കഷ്ടതകളെല്ലാം അവൻ തൻ്റെ തങ്കമേനിയാൽ വഹിച്ച് നമ്മളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അടുത്ത ചരണത്തിൽ പറയുന്നു, പഥ്യവചനം നമ്മൾക്ക് നൽകി സത്യത്തിലൂടെ അവൻ നമ്മെ നയിക്കുന്നു ദിനവും. ഹല്ലേലൂയ. അടുത്ത ചാൻസിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, ഹല്ലേലൂയ, നമ്മുടെ വ്യതകളിൽ നമ്മളെ അവൻ മാറോടണച്ച് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ കർത്താവ് നമ്മളിൽ ചെയ്യുന്ന തൻ്റെ പ്രവൃത്തികളെയും തൻ്റെ കാരുണ്യത്തെയും തൻ്റെ കൃപയെയും വർണ്ണിക്കുന്ന ഈ പഴയ ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. കൃപാസിന്ധോ പ്രാണ
സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമായ വന്ദേ സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമായ വന്ദേ പ്രാണനായകനേ മാതൃഭാ സിന്ധോ തങ്കമേനിലന്റെ ലംഘനങ്ങളെയെല്ലാം തങ്കമേനിലന്റെ ലംഘനങ്ങളെയെല്ലാം സംഗയന്റെ വഹിച്ച സങ്കടമകറ്റിയ പ്രാണനായകനേ മാതൃവാസി ലോകേ നിന്നു ധരിപ്പാൻ വേഗമെന്നെ നാശ ലോകേ നിന്നു ധരിപ്പാൻ മേഘവാഹനമേറി നാഗേ നിറഞ്ഞിടും മൽപ്രാണനായകനേ മാതൃഭാ സിന്ധോ സങ്കടങ്ങളിലെല്ലാം പൊൻകരങ്ങളാൽ താങ്ങി സങ്കടങ്ങളിലെല്ലാം പൊൻകരങ്ങളാൽ താങ്ങി സങ്കേതം നെഞ്ചി
മൽപ്രാണനായകനേ ആകൃപാ സിന്ധോ മൽപ്രാണനായകനേ. സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമായ വന്ദേ. സൽപ്രകാശമേ ദിവ്യ സുസ്നേഹമായ വന്ദേ. പ്രാണനായകനേ മാതൃഭാ സിന്ധോ പ്രാണനായകനേ. മാതൃഭാ സിന്ധോ പ്രാണനായകനേ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ മുന്നിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഗാനങ്ങൾ ശ്രവിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് സംസാരിക്കുന്ന ഗാനങ്ങളായി തീരുവാൻ ദൈവം സഹായിച്ചു. അല്പസമയം നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായി തീരുവാൻ തക്കണം. ഹൃദയങ്ങളെ തുളച്ചു നിന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിരൂപണങ്ങളെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുവാൻ തക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ന് രാത്രി കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. യാത്രയുടെ വഴിമധ്യ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് അവരും കടന്നു വരുവാൻ തക്കണം. ദൈവം നമ്മോട് കരുണ ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഒരു രാത്രിയായി തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്തദാസനെ ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ ശക്തീകരിക്കുവാൻ തക്കണം. പുതിയ അഭിഷേകവും കൃപയും തന്നെ മേൽ പകർന്ന് പുതിയ ശക്തി പകർന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വലിയ ആലോചന നമ്മൾ കേൾക്കുവാൻ തക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രിയ സാംജി മാത്യു ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമനകുമാരനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് അപ്പൻ്റെ പാദപീഠത്തോട് അടുത്ത് വരുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ കൺവെൻഷൻ്റെ 1-ാം ദിനം രാത്രിയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളോട് കർത്താവ് ഇടപെടുമാറാകണമേ, ഞങ്ങളോട് കർത്താവ് സംസാരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. നിന്റെ ഹൃദയത്തിലെ താല്പര്യങ്ങളൊക്കെ നിവർത്തിക്കട്ടെ എന്ന് ദൈവജനം ഞങ്ങളോട് പറയുമ്പോൾ ഇന്ന് താല്പര്യത്തോടെ ആഗ്രഹത്തോടെ വാഞ്ചയോടെ ആരായിരിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ചന്തമായി നടകൊള്ളുമാറാകണമേ. 2-3 പേർ അവിടുത്തെ നാമത്തിൽ ഇവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഭാരങ്ങളുള്ളവരാ, വേദനയുള്ളവരാ, ജോലിയുള്ള ഭാരങ്ങളുണ്ട്, മാനസികമായ വ്യതയുണ്ട്, പ്രത്യേകിച്ച് പലവിധമാകുന്ന സങ്കടങ്ങളോട്
വേദനയോടെ പോകുന്നവരാ. പക്ഷേ അതെല്ലാം മാറ്റി സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് വ്യാപരിക്കുവാൻ നാഥ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. ഉയരത്തിലെ എല്ലാ വാഴ്വുകളും ഓരോരുത്തരുടെ മേലും ചൊരിയുമാറാകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതൽ മുമ്പ് സ്റ്റേജ് കസേരയിൽ ഇരിക്കുന്ന മുതൽ ഏറ്റവും പറയിൽ കർത്താവെ ഇതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഇന്ന് രാത്രി കർത്താവ് വ്യക്തമായി സംസാരിക്കുമാറാകണമേ. എന്നോട് സംസാരിക്കണമേ, അടിയൻ ഇതാ എന്ന വാഞ്ചയോടെ ആയിരിക്കാൻ അപ്പോൾ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളുമാറാകണമേ. അങ്ങ് ഞങ്ങളുടെ അപേക്ഷകളെ സ്വീകരിക്കുമാറാകണമേ. അത് ഞങ്ങൾക്ക് വിടുതലായി തീരുവാൻ നാഥ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുവാൻ അങ്ങ് ദാസനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. വിശേഷം ഞങ്ങളുടെ കോയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്ന് കർത്താവ് പാട്ടുകൾ പാടുമ്പോൾ ആത്മാവിൽ പാടി സ്തുതിപ്പാൻ ആമീൻ പാടി സ്തുതിച്ച് കഴിയുമ്പോൾ ആമീൻ ചില ബന്ധനങ്ങൾ അഴിയുന്ന ആമീൻ കർത്താവെ രാത്രിയായി തീരുവാൻ ആമീൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയതുപോലെ ഇന്ന് രാത്രി കർത്താവെ ഒമാൻ ആമീൻ കർത്താവ് വലിയൊരു ചലനമുണ്ടാകുവാൻ നാഥ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. ആമീൻ ഞങ്ങൾ ദൈവത്തിന്റെ പാദത്തിൽ ഞങ്ങളുടെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ അല്പനിമിഷം ഏകാഗ്രതയോടെ ഇരിപ്പാൻ നാഥ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശിഷ്ട അങ്ങയുടെ വചനം ഘോഷിക്കുവാനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച അങ്ങയുടെ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം പ്രഘോഷിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകിൽ എഴുതിയിട്ട് അനുവർത്തിച്ച് ആമീൻ ഞങ്ങളുടെ നിത്യതയോളം എത്തിക്കുന്ന അനുഭവത്തിലേക്ക് സ്വർഗം ഞങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ നിരവധി അനവധിയുണ്ട്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി ആമീൻ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന ഈ ഭൂമിയിലുള്ളതിനല്ല, ഉയരത്തിലുള്ളത് മുറുകെ പിടിക്കുവാൻ അത് അങ്ങേയറ്റം വരെ എത്തിക്കുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തെ പരിസരത്തെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യുമാറാകണമേ. അല്പം നിമിഷം കൂടെ കർത്താവിന്റെ പാദത്തിൽ ഞങ്ങൾ ഇരിക്കട്ടെ. സന്നിധി ബോധത്തോടെ ഞങ്ങൾ ഇരിക്കണമേ. ഏകാഗ്രതയോടെ ഞങ്ങൾ ഇരിക്കണമേ. വലിയ സന്തോഷം പങ്കിട്ട് മടങ്ങി പോകാൻ ഞങ്ങളെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. അടികൾക്കായി ജീവൻ അർപ്പിച്ച ക്രിസ്തു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. അടികളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. സ്തോത്രം. തുടർന്ന് നാം എല്ലാവരും അല്പസമയം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് കോയറിനോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കണം. ചില സമയങ്ങൾ വേർതിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ പകർന്നുകൊണ്ട് ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. ഇവിടെ ആക്കി തീർക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ആരംഭിക്കാം. നമുക്ക് കരങ്ങളെ അടിച്ച് ഞാനെന്നും സ്തുതിക്കും എൻ പരമേ തിരുമനസുതനെ ആനന്ദഗീതങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. കരങ്ങളടിച്ച് പാടാം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാരിൽ തരംബിനു തുല്യമില്ലെന്നും ഞാനെന്നും സ്തുതിക്കും എന്റെ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം തന്നെ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പാദസേവയതെന്നഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. 1000 നാവുകളാലും 10,000 വാക്കുകളാലും 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആ ദിവ്യ സ്നേഹമവന്യവരാലും ഞാനെന്നും സ്തുതിക്കും എന്നെ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. നിത്യത
സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും, നിത്യത തന്നിൽ ഞാൻ എത്തും. തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും, ഭക്തിയിലാനന്ദ കണ്ണുനീർ വീഴ്ത്തും. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. അവൻ രക്ഷാദാനം കണ്ണിൽ കണ്ടു ഞാൻ ദൈവിക ദാനം. നൽകിയവൻ രക്ഷാദാനം കണ്ണിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. വൻപാൽ സേവയവൻ അഭിമാനം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നാവുകളാലും പതിനായിരം നാവുകളാലും, ആയിരം നാവുകളാലും പതിനായിരം വാക്കുകളാലും, ആദിക സ്നേഹമവർക്ക് വരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. കണ്ണിൽ ഞാനെത്തും, തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദ കണ്ണുനീർ വീഴും. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടി ദൈവത്തിന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപാദത്തിൽ എല്ലാവർക്കും ഇരിക്കാവുന്നു.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി സമയം നമ്മുടെ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയായി കടന്നു വരുവാൻ തൊക്കണം ദൈവം ഒരുക്കുക. ഈ നല്ല സമയത്തിനായി ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. നമുക്കറിയാമല്ലോ തടസ്സങ്ങൾ നമ്മുടെ യാത്രയ്ക്കൊക്കെ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത്രത്തോളം പേർക്ക് കടന്നു വരുവാനും ദൈവസനിലായിരിക്കുവാൻ തൊക്കണം ദൈവം ഒരുക്കിയല്ലോ. നമ്മൾ ദൈവസനിലായിരിക്കുന്ന നിമിഷങ്ങൾ പ്രത്യേക ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തൊക്കണം ദൈവം ഇടയാക്കി തീർക്കുവാൻ തൊക്കണം നമ്മൾ ദൈവസനിൽ സമർപ്പിച്ച പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഒരു വ്യക്തിക്ക് ഒരു വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മോട് ഹൃദ്യമായി സംസാരിക്കുവാൻ തൊക്കണം. ഒരു ഒരുക്കി നിലമായി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ തുറന്നുകൊണ്ട് ദൈവപാഠത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ തൊക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം പ്രത്യേകം നമ്മുടെ മധ്യേ പ്രിയ ചന്ദ്രബോസ് അങ്കിൾ നമ്മുടെ മധ്യമുണ്ട്, പ്രിയ തോമസ് അനിയച്ചാനുണ്ട്, പ്രിയ തോമസ് മാത്യു രായിച്ചാനുണ്ട്, മറ്റ് എൽഡേഴ്സായി പ്രിയപ്പെട്ടവർ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെല്ലാം പ്രിയപ്പെട്ടവർ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കറിയാം നമ്മുടെ ബഹുമാനിയ കർത്താവദാസൻ പാസ്റ്റർ രാജൻ ജോർജ് പ്രത്യേക വിഷയമായി സംബന്ധിച്ച് നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ പ്രിയ റിജിൻ പെട്ടെന്ന് നമ്മൾ ദൈവസനിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. എൻ്റെ ഫ്യൂണറൽ എംബാമിയും മറ്റു കാര്യങ്ങളൊക്കെ ദൈവസഭ അറിയുകയും അനേക പ്രിയപ്പെട്ടവർ അവിടെ കടന്നു വന്ന് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ തൊക്കണം ദൈവം സഹായിച്ചു. അന്ന് രാത്രി തന്നെ പ്രിയ സഹോദരിയും ബോഡിയുമായി കൊച്ചിയിലേക്കും നമ്മുടെ ബഹുമാന ദേവദാസൻ കുട്ടമാട്ടത്തിലേക്ക് കടന്നുപോയി. യാത്രയിലൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് ലൈവിലൊക്കെ കണ്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂണറൽ ശുശ്രൂഷ അവിടെ നടക്കുവാൻ തൊക്കണം. നല്ലൊരു യാത്രയിപ്പോൾ സഹോദരന് നൽകുവാൻ തൊക്കണം ദൈവം ഇടയാക്കി തീർത്തു. എന്നാലും നമ്മൾ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വേദനയിൽ നാം പങ്കാളികളാകുന്നതോടൊപ്പം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തൊക്കണം ഇടയായി തീരട്ടെ. 41 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്, 9 വയസ്സുള്ള ഒരു മകനും സഹോദരിയും കുടുംബനാഥൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ 2 ഭവനങ്ങളും അമ്മമാർ മാത്രമാണ് ഉള്ളത്. ആ കുടുംബത്തെ 2 കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട ഒരു ആശ്വാസവും സമാധാനവും നൽകി ദൈവം സഹായിക്കട്ടെ. നാളെ ആരാധനയ്ക്ക് ശേഷം അല്പസമയം നമ്മൾ ഒരു കൺട്രോൾസ് മീറ്റിംഗായി നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. നമ്മൾ പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ തൊക്കെ ഇടയായി തീരട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ദേവദാസന് രാത്രിയിൽ കൊച്ചിയിൽ നിന്നുള്ള ഇന്ത്യ ഫ്ലൈറ്റിന് യാത്ര തിരിച്ച് മിഡ് നൈറ്റിന് ശേഷം എത്തിച്ചേരും. നാളെ പ്രഭാതത്തിലുള്ള ആരാധനയിൽ ദേവദാസൻ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട ദേവദാസൻ്റെ യാത്രയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തൊക്കണം ഇടയായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം സഭയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ കൺവെൻഷന് വേണ്ടി നാം ആഗ്രഹിച്ചു. നമ്മൾ ദേവദാസനെ ക്ഷണിക്കുന്ന വിഷയം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവദാസൻ പാസ്റ്റർ ഷിബു തോമസിനെ നാം ആവശ്യമായി കോൺടാക്ട് ചെയ്തപ്പോൾ വളരെ സന്മനസ്സോടെ നമ്മുടെ ഇടയിൽ കടന്നു വരുവാൻ തൊക്കണം കർത്താവദാസൻ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ തൊക്കണം സാധിച്ചു. നമുക്ക് വളരെ തിരക്കേറിയ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ ഒരു മാസത്തിനുള്ളിൽ 3 ട്രിപ്പിന് ശേഷമാണ് 4th ട്രിപ്പാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലും കാനഡയിലും ഒക്കെ വളരെ മീറ്റിങ്ങുകൾക്ക് ചെറുപ്പക്കാരുടെ ഇടയിലും മറ്റ് കൺവെൻഷനിലുമൊക്കെ ഈ നാളുകളിൽ വളരെ പ്രയോജനപ്പെടുന്ന ബഹുമാന്യ ദേവദാസനാണ് ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അറുവൽ. യുഎസിലെ അറ്റ്ലാന്റയിലുള്ള കാൽവറി അസംബിൾ ചർച്ച് ഹോളിൽ സീനിയർ ശുശ്രൂഷനായി ദേവദാസൻ ശുശ്രൂഷയിലായിരിക്കുന്നു. താൻ ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ ദേവദാസൻ്റെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ തൊക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മൾ ഇതുവരെ ലഭിക്കാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിൻ്റെ മർമ്മങ്ങൾ ലഭിക്കുവാൻ തൊക്കണം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ തൊക്കണം ഇടയായി തീരുന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നതിൽ നമ്മുടെ മടക്കയാത്രയ്ക്ക് തടസ്സങ്ങളില്ലാതെ തക്ക സമയത്ത് നമുക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. തുടർന്നുള്ള സമയം ദേവദാസന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സൂക്ഷിക്കാൻ തൊക്കണം കർത്താദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി OPL ഈ കൺവെൻഷനിലെ ആദ്യത്തെ രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവവചനമായിട്ട് നിൽക്കുവാൻ, ഒരുമിച്ച് ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവ് നൽകി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ ആദ്യം സ്തുതിക്കുന്നു. ത്രിയേകനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിലെ
സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവദാസൻ കുടുംബം ഈ മീറ്റിങ്ങിൽ എന്നെ ക്ഷണിക്കുകയും ഇത്രയും കോർഡിനേറ്റ് ചെയ്ത കർത്താവദാസൻ ബ്രദർ സാം, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഇവിടുത്തെ എൽഡേഴ്സ്, എല്ലാ ദേവദാസന്മാർ, ദേവദാസിമാർ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, I just would like to bring greetings to each one of you in the sweet and matchless name of our Lord and Savior Jesus Christ. What a blessing it is to be in the house of the Lord. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നൽകി തന്ന നല്ല ബ്ലെസ്സിങ്ങിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ കാൽവറി അസംബ്ലിയിൽ OPL നിന്ന് കടന്നു വന്ന അനേക ദൈവമക്കൾ അവിടെ ഉണ്ട്. അവരുടെ ഗ്രീറ്റിങ്സ് അവർ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നത് പറയാതെ എല്ലാവരും ഉള്ളപ്പോൾ അത് പറയുന്നതായിരിക്കും. പക്ഷേ അവിടുത്തെ ദൈവമക്കൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വന്ന് കാണുന്നതിൽ എനിക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവദാസനെ പരിചയപ്പെടുത്തിയല്ലോ, അധികമായി പരിചയപ്പെടുത്താനൊന്നുമില്ല. ഞാൻ ജനിച്ചു വളർന്നത് മധ്യപ്രദേശിലാണ്. MP-യിൽ ജനിച്ചു വളർന്നു. അതിനുശേഷം ദീർഘവർഷങ്ങൾ എൻ്റെ പഠനത്തോട് ബന്ധപ്പെട്ട്, എൻ്റെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ തന്നെയായിരുന്നു. വളരെ ഇൻറ്റീരിയർ ആയിരിക്കുന്ന ചില ഉൾപ്രദേശങ്ങളിൽ വർഷങ്ങൾ മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബോംബെയിൽ കടന്നു വന്നു. വിക്രോളി ദൈവസഭയുടെ ശുശ്രൂഷകനായി അവിടെ ഏകദേശം 5 വർഷം, ചെമ്പൂർ ബൈബിൾ കോളേജിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏകദേശം 10 വർഷം മിനിസ്ട്രി ചെയ്യുവാൻ കർത്താവോട് സഹായിച്ചു. അതിനുശേഷമാണ് ഞാൻ US-ലേക്ക് കടന്നു പോകുന്നത്. ഏകദേശം 16 വർഷമായി US-ൽ ഒരു സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്നു. ആ സഭയിലെ ഒരു മെമ്പറാകുന്നു കർത്താവദാസൻ പാസ്റ്റർ തമ്പി മാത്യു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. അതുപോലെ തന്നെ വേറെ പലരും ഉണ്ട്. അവരൊക്കെ ഞാൻ പിന്നെ അവരുടെ പേരുകൾ പറയുന്നതായിരിക്കും. കർത്താവ് ഇത്രത്തോളം നമ്മളെയൊക്കെ സഹായിച്ചു. അപ്പോൾ എൻ്റെ ഒരു ജനറൽ പരിചയം നിങ്ങൾക്ക് കിട്ടി. എൻ്റെ കുടുംബം, ഞങ്ങളുടെ ഭാര്യ ബിനി, എൻ്റെ മകളുടെ വിവാഹം ഒരു 2 മാസം മുമ്പെയാണ് നടന്നത്. അവർ കുടുംബമായി ഷിക്കാഗോയിലായിരിക്കുന്നു, ശുശ്രൂഷയിലായിരിക്കുന്നു. സൺ ഇൻ ലോ അദ്ദേഹം ഫുൾ ടൈം മിനിസ്ട്രിയിലായിരിക്കുന്നു. എൻ്റെ മകൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ തന്നെ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് അല്പം നേരം കർത്താവിൻ്റെ വചനം ശ്രമിക്കാൻ വേണ്ടി നമ്മൾ കടന്നു പോകുകയാണല്ലോ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങളോടുള്ള ദൈവിക വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകി തരും. കർത്താവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. കർത്താവിൻ്റെ വചനമാ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്, മാനുഷിക വാക്കുകളല്ല. ഇന്ന് രാത്രിയിലും ആ ദൈവശബ്ദം ഇവിടെ മുഴങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റും. പ്രൈസ് ഗാഡ്. ദൈവവചനം അടുത്ത ചില നാളുകൾ നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്ന ഈ നാളുകളിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി സബ്ജക്റ്റുകൾ കേൾക്കുന്നതായിരിക്കും. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദൈവവചനം ശ്രവിക്കുമ്പോഴും നാം ഇൻഫോർമേഷന് വേണ്ടിയല്ല ദൈവവചനം ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകി തരാൻ പോകുന്നത് ഇൻഫോർമേഷൻ അല്ല. ഇറ്റ് ഹാസ് ടു എൻഡ് അപ്പ് ഇൻ ട്രാൻസ്ഫോർമേഷൻ. ദൈവവചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നില്ലെങ്കിൽ അത് മാത്രം ഇൻഫോർമേഷനായി മാറും. നമുക്ക് ഇൻഫോർമേഷൻ അല്ല വേണ്ട. ദൈവവചനം നമുക്ക് നൽകി തന്ന ഇൻഫോർമേഷന് വേണ്ടിയല്ല, നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനം, what Spirit of the Lord has led me is to address how Holy Spirit helps us in our invisible battle. What is the role of Holy Spirit? What is the role of Holy Spirit in each one of our life? പരിശുദ്ധാത്മാവ്, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ദൃശ്യവും അദൃശ്യവുമായിരിക്കുന്ന എല്ലാ ആത്മിക യുദ്ധത്തിലും നമ്മോടൊപ്പം നിൽക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവാ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലുള്ളപ്പോൾ, ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ മരണത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പേ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ ലോകത്തിൽ ഞാൻ മാറ്റും. ഞാൻ ശാരീരികമായി നിങ്ങളോടൊപ്പം ഇല്ല, പക്ഷേ ശാരീരികമായി ഞാൻ ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകി തരുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഈ ഭൂമിയിൽ 33 വർഷം ഫിസിക്കൽ ബോഡിയിൽ ഇരുന്ന് താൻ എത്രയും ശക്തിയോട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്നു.
എത്രയും ശക്തിയോട് ലോകക്കാരോടൊപ്പമായിരുന്നു, അതുപോലെ തന്നെ ഒട്ടും പോലും കുറയാതെ ദൈവം നമ്മളോടൊപ്പം ഇരിക്കുവാനാ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആമേൻ. ട്രഡീഷണലി നമ്മുടെയൊക്കെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഒരു പഠനത്തിൽ പരിശുദ്ധാത്മാവിനെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അന്യഭാഷയിൽ ഒതുക്കിയിട്ടുണ്ട്. അന്യഭാഷ പറഞ്ഞു പരിശുദ്ധാത്മാവ് കഴിഞ്ഞു. അതുള്ള പരിശുദ്ധാത്മാവിൻ്റെ റോൾ അന്യഭാഷ പറയാനല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത തലത്തിൽ നമ്മൾ ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാക്കിപ്പോയി. പക്ഷേ പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ തന്നെ, പുത്രൻ ദൈവമായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവ് എത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്രയും തന്നെ കർത്താവായ യേശു ക്രിസ്തുവും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനും ചെയ്യാം. ആമേൻ. പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ഹി ഈസ് omnipotent, he is omniscient, he can do all things. Same thing is with Holy Spirit. ഒട്ടും പോലും കുറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് അന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകി തന്നതിൻ്റെ റീസൺ, അന്യഭാഷ 2-3 വാക്ക് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ ഒതുക്കാനല്ല, ജീവിതത്തിലെ എല്ലാ രംഗത്തിലും നമ്മോടൊപ്പം നിന്ന് നമ്മുടെ എല്ലാ ആത്മീക യുദ്ധങ്ങൾ പരിശുദ്ധാത്മാവ് നേരിടാറുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിലും ആ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ത്രിയേകനായ ദൈവത്തെ നമ്മൾ ആരാധിക്കും. നമ്മുടെ ദൈവം ത്രിയേകനായ ദൈവമാണ്. ആ ത്രിയേകനായ ദൈവത്തിൻ്റെ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നന്നായി നൽകി തരുന്ന വചനങ്ങൾ, അതൊന്ന് മനസ്സിലാക്കി, കർത്താവേ ഈ വചനം എനിക്ക് മനസ്സിലാക്കി തരുവാൻ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം തുറക്കണമേ എന്ന് നല്ല തുറന്ന മനസ്സോടെ തന്നെ ആയിരിക്കണം. ആമേൻ. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ആൻഡ് ദാറ്റ് കംസ് ഫ്രം ദ എപ്പിസ്റ്റൽ ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 6 and verse 12. എപ്പിസ്റ്റൽ ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 6 and verse 12. ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും, എന്നെ ഒന്ന് മലയാളത്തിൽ വായിച്ച് പിന്നെ സഹായിച്ചാലും മതി. For we do not wrestle, എഫേസ്യ ലേഖനം 6:11. For we do not wrestle against flesh and blood, but against principalities, against powers, against the rulers of the darkness of this age, against spiritual hosts of wickedness in the heavenly places. മലയാളത്തിൽ വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് അതെ, ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം കൊണ്ട് നിർത്തി ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഒന്ന് എണ്ണാൻ പറ്റുമോ? എത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞത് ഒന്ന് എണ്ണാൻ പറ്റുമോ? ശ്രദ്ധിച്ചു ഒന്ന് കുറച്ച് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 2 കാര്യം ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ജഡരക്തങ്ങൾ, ദാറ്റ് മീൻസ് ദ വിസിബിൾ വേൾഡ്, ദൃശ്യലോകത്തിലുള്ള ജഡരക്തങ്ങൾ. നമുക്ക് പോരാട്ടമുള്ളത് ദൃശ്യലോകത്തിലുള്ള ജഡരക്തങ്ങളോടല്ല. പിന്നെ അടുത്തത് വാഴ്ചകളോടും. ശ്രദ്ധിക്കണം, എന്തൊക്കെയാ നമ്പേഴ്സ് പറയാമോ? ഒന്ന്, നമുക്കിവിടെ പറയാനുള്ള അവകാശം ഉണ്ടല്ലോ എല്ലാവർക്കും, അല്ലേ? എല്ലാവരും പറയാം, റെസ്പോണ്ട് ചെയ്യാം, അങ്ങനെയല്ലേ ഇവിടെ, കുഴപ്പമില്ലല്ലോ. എന്നാ ഒന്ന് പറഞ്ഞ ഒന്ന് വാഴ്ചകളോട്, 2 അധികാരങ്ങളോടും. അപ്പോൾ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, പിന്നെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ 4 സംഭവങ്ങളാണ്. ഈ 4 കാര്യവും നിങ്ങൾ കാണാറുണ്ടോ? യുദ്ധം ചെയ്യേണ്ട ഈ 4 കാര്യങ്ങളോടാ. ഒന്ന്, ഒരു പ്രാവശ്യം കൂടി ഓർക്കെ, വാഴ്ചകളോട്. 2, അധികാരങ്ങളോട്. 3, അന്ധകാരത്തിലെ ലോകാധിപതി. പിന്നെ 4, ഈ 4 കാര്യം നമ്മൾ കാണാറുണ്ടോ? ഇല്ല, നമ്മൾ കാണാറില്ല. ഈ കാണാത്ത 4 കാര്യങ്ങളോടാണ് നമ്മുടെ യുദ്ധം. കാണുന്നതാ ജഡരക്തങ്ങൾ. നമ്മളെ അടുത്തിരിക്കുന്ന സഹോദരൻ, അതിനൊക്കെ നമ്മൾ സഹോദരി ജഡരക്തങ്ങൾ പറയുമ്പോൾ we do not wrestle against flesh and blood. That means we don't fight against the bodies. We don't fight against the people that we see. നമ്മുടെ യുദ്ധമൊന്നും ദൃശ്യലോകത്തിലല്ല, നമ്മുടെ യുദ്ധം അദൃശ്യലോകത്തിലാണ്. ആമേൻ. അദൃശ്യമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ
ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ഒന്ന് തറപ്പിക്കാൻ വേണ്ടിയാണ് ഒന്ന് പെയ്യെ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു വന്ന് ദൃശ്യലോകത്തിൽ അപ്പം 2 ലോകമുണ്ട്. ഒന്ന് ദൃശ്യലോകം, 2 അദൃശ്യലോകം. ഓക്കെ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് യുദ്ധമുള്ള ദൃശ്യലോകത്തിലുള്ള വ്യക്തികളോടല്ല, പക്ഷേ അദൃശ്യ മണ്ഡലത്തിൽ നമ്മളോട് പോരാടുന്ന ഈ 4 കൂട്ട കാര്യങ്ങളുണ്ട് അദൃശ്യ മണ്ഡലത്തിൽ. So there are 4 important kind of, these are the 4 forces to which we fight in the invisible world. ശ്രദ്ധിക്കണം, ഇൻവിസിബിൾ വേൾഡിൽ ഫൈറ്റ് ഇത്രയും വലുതായതും കൊണ്ടാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഇൻവിസിബിൾ ഹോളി ഗോസ്റ്റ് ഉണ്ട്. പ്രൈസ് ഗാഡ്. ദൃശ്യമണ്ഡലത്തിൽ ഞാൻ ജഡരക്തങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാ പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന്. ഞാൻ പരിശുദ്ധാത്മാ പ്രാപിച്ച ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. പ്രാപിച്ചവർ കരങ്ങൾ ഉയർത്തിക്കുന്നു. ഇപ്പോഴും പലരും കാര്യം ഉയർത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാ പ്രാപിച്ചില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലിരിക്കുക. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവ പൈതലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് ധൈര്യമായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു വന്ന്. ആമേൻ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ താൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് പരിശുദ്ധാത്മാവ് ലോകാവസാനത്തോളം നിങ്ങളോടൊപ്പം ഇരിക്കും. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവൻ നിങ്ങളെ പഠിപ്പിക്കും, എൻ്റെ വഴികളെ നിങ്ങളെ ഓർപ്പിക്കും. അങ്ങനെ കർത്താവിനോട് അടുപ്പിക്കുവാൻ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചത് ആണല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവിനോട് അടുപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മനിറവുള്ള ഒരു ദൈവ പൈതൽ അവരേറ്റവും അധികം സ്നേഹിക്കുന്ന കർത്താവിനെയാണ്, അവരേറ്റവും അധികം ഉയർത്തുന്നതും കർത്താവിനെയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് തന്നെ കുറിച്ചൊന്നും പറയാറില്ല, പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വചനം നമുക്ക് തുറന്നു തരുമ്പോൾ തന്നെ കുറിച്ചൊന്നും പറയത്തില്ല, പക്ഷേ വചനം തുറന്നു തരുമ്പോൾ എല്ലാം യേശുവിനെ കുറിച്ച് പറയും. ഒരു പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവ പൈതലിനെ ഒരു 10 മിനിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 10 മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി. വാസ്തവമായി പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു പൈതലാണെങ്കിൽ 10 മിനിറ്റ് താൻ സംസാരിക്കുമ്പോൾ ആ 10 മിനിറ്റിൽ മാക്സിമം ടൈം താൻ കർത്താവിനെ ആയിരിക്കും ഉയർത്തുന്നത്. ആമേൻ. തന്നെ താൻ ഒരിക്കലും ഉയർത്തത്തില്ല, ഞാൻ ഇതാ, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ എന്നൊരിക്കലും പറയത്തില്ല. അല്ല, വേറൊരാളിനെയും താൻ പരിചയപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. അതിനുവേണ്ടി ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടത്. നമ്മുടെ രക്ഷിതാവാകുന്ന യേശുവിനെ ഉയർത്തുവാൻ ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മളെ സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവങ്ങൾ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തു വന്ന്, ആത്മപൂർണരായിരിക്കുന്ന വിശ്വാസികൾ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തു വന്ന്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഈ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പ് എങ്ങനെ ലഭിക്കുന്നത്? ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ കർത്താവിൻ്റെ പൈതല, കർത്താവ് ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദൃശ്യനായ ദൈവം ഇന്ന് രാത്രിയിൽ ഈ ഹോളിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല, എനിക്ക് നിങ്ങളുടെ വിഷയങ്ങൾ അറിയത്തില്ല, പക്ഷേ നിങ്ങളെയും എന്നെയും ഒരുപോലെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെ ത്രിത്വത്തിൽ മൂന്നാമതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ വേദനയോടിരിക്കുമ്പോൾ, നിങ്ങളുടെ വിഷയം നിങ്ങൾ ആരോട് പറയാതിരിക്കുമ്പോൾ അതിനെ വെളിപ്പെടുത്തുന്ന ദൈവവചനം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. കർത്താവിനെ ഒന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നേരത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി നൽകി തന്നിട്ട്, ഇനിയും ഈ പരിശുദ്ധാത്മാവ് ഈ ദൃശ്യമണ്ഡലത്തിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. ആത്മീകമായി കാഴ്ചപ്പാടുള്ള ദൈവ പൈതൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ സത്യം, ബിഫോർ യു എൻകൗണ്ടർ എ വാർഫെയർ ഇൻ ദ വിസിബിൾ വേൾഡ്, ആക്ച്വലി യു എൻകൗണ്ടർ ഇൻ ദ ഇൻവിസിബിൾ വേൾഡ്. ദൃശ്യമണ്ഡലത്തിൽ, നമ്മൾ ഈ കാണുന്ന മണ്ഡലത്തിൽ നമ്മളോട് ഒരു യുദ്ധം വരുന്നതിന് മുമ്പേ, ദൃശ്യമണ്ഡലത്തിൽ നിങ്ങളൊരു യുദ്ധം കാണുന്ന മുമ്പേ അത് അദൃശ്യമണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദൃശ്യമണ്ഡലത്തിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും അത് ഒത്തിരി ലേറ്റാണ്.
ഓക്കെ, അത് എന്തുമായിക്കോട്ടെ, ഏത് തലത്തിലും ആയിക്കോട്ടെ, ഏത് തലത്തിലും ചലഞ്ച് നമ്മുടെ ദൃശ്യമണ്ഡലത്തിൽ, നമ്മൾ കാണുന്ന മണ്ഡലത്തിൽ, കൊള്ളുന്ന മണ്ഡലത്തിൽ, നമ്മൾ അനുഭവിക്കാൻ പറ്റുന്ന മണ്ഡലത്തിൽ എത്തുന്ന മുമ്പേ അത് അദൃശ്യ മണ്ഡലത്തിൽ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ദൈവജനത്തിൽ ഒത്തിരി തെളിവുകളുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ ഇത് ആരംഭിക്കുന്ന യുദ്ധം, നമ്മുടെ ആത്മീക ജീവിതം ഒരു യുദ്ധമാണ്. നമ്മളെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ, പിശാചിന് കെണിയിലേക്ക് വീഴ്ത്തുവാൻ, നമ്മുടെ നിത്യതയെ ബാധിക്കുവാൻ പിശാച് എല്ലാ ദിവസവും പല തന്ത്രങ്ങൾ മെനയാറുണ്ട്. പക്ഷേ ദൈവത്തെ സ്തുതിക്കാൻ നമുക്കൊരു വകയുണ്ട്. അവൻ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും നമ്മളോടൊപ്പം ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം ഇവൻ്റെ ഒരു തന്ത്രവും നമ്മുടെ ജീവിതത്തിൽ ഫലിക്കയില്ല. ഇന്ന് രാത്രിയിൽ വളരെ ധൈര്യത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്തിരുന്നു. നിങ്ങളുടെ മേൽ അവൻ ഏത് കെണി ഒരുക്കിയാലും, അവൻ എത്ര അദൃശ്യ മണ്ഡലത്തിൽ കെണിയൊഴിക്കാലും നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ സ്വർഗം ഇവിടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാനാ ഇന്ന് രാത്രി ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. അപ്പോൾ ഏതൊക്കെ തലത്തിൽ ഈ പരിശുദ്ധാത്മാവ് അദൃശ്യ മണ്ഡലത്തിലും ദൃശ്യമണ്ഡലത്തിലും നമ്മളോട് ഇടപെടുന്നു? നമ്പർ 1, the very first thing, he intercedes for us. നമ്മൾ അറിയാതിരിക്കുമ്പോഴും നമ്മുടെ വിഷയത്തെ ഇടപെടുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെ ഒരു ഭാഗം വായിക്കാം. റോമാലേഖനം 8:26. അവിണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. യെസ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് തുണ നിൽക്കുന്നു. The Spirit himself intercedes for us. Intercedes. Oh, that's a very powerful word. Very powerful word. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ, that means നമ്മുടെ അറിവുകേടിലും നമ്മുടെ അറിയായ്മയിലും നാം മനസ്സിലാകാതിരിക്കുമ്പോഴും, ഇനി മനസ്സിലാക്കിയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മണ്ഡലമുണ്ട്. നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭയങ്കര ഒരു യുദ്ധമാണ്, പക്ഷെ നമ്മുടെ കയ്യും കാലും കെട്ടിക്കിടക്കുന്നത് പോലെ ഒന്നും അറിയാതിരിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഹാസ് ഗിവൻ ടു us ഈസ് ഏബിൾ ടു ഇന്റർസീഡ് ഫോർ us. ആമേൻ. പല യുദ്ധങ്ങളും, നമ്മുടെ ആത്മീക യുദ്ധത്തിൽ പല യുദ്ധങ്ങളും നമ്മൾ അറിയാതെ കയറി വരുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാതെ നേരത്തിൽ അത് കയറി വരുന്നത്. നമ്മളൊക്കെ നല്ലപോലെ ജോലിയിൽ ഇരിക്കുമ്പോഴായിരിക്കും അറിയാതെ ഒരു വിഷയം കയറി വരുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ അറിയാതെ വിഷയം കയറി വരുന്നത്, ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ വിഷയങ്ങൾ കയറി വരുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഈസ് ഇൻ us, ആ ഹോളി സ്പിരിറ്റിൻ്റെ ദൃശ്യമണ്ഡലവും കാണാം, അദൃശ്യമണ്ഡലവും കാണാം. നാം അറിയാതിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ സ്വർഗം. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ട് ആത്മാവാണോ? പരിശുദ്ധാത്മാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ട് ആത്മാവാണോ? അല്ല, സെയിം, റൈറ്റ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറിയിട്ടൊന്നുമില്ല. ഇറ്റ്സ് എ സെയിം. Holy Spirit is same in Old Testament, is the same in New Testament, right? എത്രയും ശക്തി പരിശുദ്ധാത്മാവിന് അവിടെ ഉണ്ടായിരുന്നു, അത്രയും ശക്തി ഇവിടുമുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് പോകുകയാണെങ്കിൽ, പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനത്തിനകത്ത് ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കാൻ. അതിനകത്ത് 10-ാം അധ്യായത്തിൽ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. So Daniel came to know and he realized that ദൈവജനത്തിൽ ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിൻ്റെ സമയമായെന്ന് ദാനിയേൽ മനസ്സിലാക്കുന്നു. തൻ്റെ പുസ്തക വായനയിൽ തൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തുള്ള ദൈവവചന പ്രവചനത്തിൻ്റെ വായനയിൽ തനിക്ക് മനസ്സിലായി ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിൻ്റെ സമയം കഴിഞ്ഞു. ദാറ്റ് മീൻസ് അവരുടെ സ്ലേവറിൻ്റെ സമയം കഴിഞ്ഞു, തിരിച്ചു പോകുന്ന സമയമായെന്ന് ആത്മാവിൽ മനസ്സിലാക്കിയല്ല, താൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യം. അത് എടുത്തു പറയാനുള്ള കാരണമുണ്ട്. ദാനിയേൽ നന്നായി ദൈവവചനം അറിയുന്നൊരു മനുഷ്യനായിരുന്നു, നന്നായി ദൈവവചനം പഠിച്ചൊരു മനുഷ്യനും കൂടിയായിരുന്നു. താൻ പ്രവചന പുസ്തകങ്ങൾ പഠിച്ചപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, കാലഘട്ടം 70 years കഴിഞ്ഞു. ഈ 70 years കഴിഞ്ഞ അനുസരിച്ച് according to the word, according to prophecy, Israel has to go back. ഇപ്പോൾ ഇസ്രായേൽ അടിമനുഖത്തിൽ കിടക്കുക. അസീരിയൻ ക്യാപ്റ്റിവിറ്റി ഉണ്ട് നോർത്തേൺ സൈഡ്, താഴെ സൗത്തിൽ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. ഇസ്രായേൽ 2 സ്ഥലത്തും ക്യാപ്റ്റീവാ, 2 സ്ഥലത്തും സ്ലേവാ.
സ്ലേവ് ആയിരിക്കുമ്പോൾ 70 ഇയേഴ്സ് കഴിഞ്ഞു. ദാനിയേലിന് മനസ്സിലായി 70 വർഷം കഴിഞ്ഞു. പഠനത്തിൽ മനസ്സിലായി 70 വർഷം കഴിഞ്ഞാൽ ദൈവം അവരെ മടക്കി കൊണ്ടുപോകും. പക്ഷേ ഇതുവരെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല, മടങ്ങിപ്പോകുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല. അതിനുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ് വന്നിട്ടില്ല. അങ്ങനെ ചേഞ്ചസ് വരാതിരുന്നപ്പോൾ താൻ ദൈവസന്നിധി ഇരിക്കുക. കർത്താവേ, ഐ വോണ്ട് ടു നോ ഫ്രം യു. ഇത്രയും നേരം ഞാൻ വായിച്ചു മനസ്സിലാക്കി. നൗ ഐ വോണ്ട് ആൻ ആൻസർ ഫ്രം യു. നമ്മളൊക്കെ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിന് പല സത്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ തന്നെ ഈ സത്യങ്ങൾ വെളിപ്പെടുന്നതും ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാണ്. ആമേൻ. ഇവിടെ എഴുതിയത് കൊണ്ട് മാത്രമല്ല, ഈ എഴുതിയത് പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ദൈവ ശബ്ദം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ തന്നെ കുറേ നാളുകളായി ദൈവവചനത്തിലെ പ്രോമിസൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ആ പ്രോമിസ് നിങ്ങൾ കരങ്ങൾ എടുക്കുമ്പോൾ തന്നെ അതിനെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവസന്നിധിയിൽ ഇടപെടാതിരിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ആമേൻ. അപ്പോൾ ദാനിയേൽ ഈ പ്രാർത്ഥനയുമായിട്ട് താൻ മുറിയിൽ പോയിരുന്നു. അവിടെ 21 ദിവസം ഇരിക്കാൻ വേണ്ടിയല്ല താൻ പോയത്. താൻ ഒന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസമായി മറുപടി കിട്ടിയില്ല. 10 ദിവസമായി മറുപടി കിട്ടിയില്ല. അങ്ങനെ മറുപടി കിട്ടാതെ 21 ഡേയ്സ് പോയതേ ഉള്ളൂ. അല്ല 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ഒന്നും ഇല്ലായിരുന്നു അവിടെ. ഫാസ്റ്റിംഗ് പ്രയർ 21 ഡേയ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദീർഘിപ്പിച്ച് പോയെന്നേ ഉള്ളൂ 21 ദിവസം. അല്ല 21 അങ്ങനെ നമുക്ക് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ആക്ച്വലി 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഒന്നും അവിടെ നടന്നില്ല. നടന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇരുന്നു. 21 ഡേയ്സ് ഇവന്റ് ഓൺ. പക്ഷേ 21ാമത്തെ ദിവസം ഒരു ദൂതൻ വന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലയോ ദാനിയേലേ, നീ 1-ാം ദിവസം മുട്ടുമടക്കിയപ്പോൾ തന്നെ മറുപടിയുമായിട്ട് ഞാൻ ഇറങ്ങിയതാ. 1-ാം ദിവസം മുട്ടുമടക്കിയപ്പോൾ തന്നെ ഞാൻ മറുപടിയുമായിട്ട് ഇറങ്ങിയതാ. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, ദാനിയേൽ ഒന്നും അറിയാതെ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 21ാമത്തെ ദിവസം ആ പുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ദൂതൻ പറയുക, 1-ാമത്തെ ദിവസം മറുപടി റെഡി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വന്ന. പക്ഷേ അദൃശ്യ മണ്ഡലത്തിൽ എന്നെ നിർത്തിയൊരു ശക്തി ഉണ്ടായിരുന്നു. അദൃശ്യമണ്ഡലത്തിൽ ഞാൻ പോരാടിയ ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ദേശത്തിൻ്റെ അധിപതി, ആ ദേശത്തിൻ്റെ പ്രഭു, ഫാർസി പ്രഭു, ഞാൻ മറുപടിയുമായിട്ട് വരുമ്പോൾ ആ മറുപടി തടസ്സപ്പെടുത്തി നിർത്തിയ ഒരു മണ്ഡലമുണ്ട്. അതിനോട് ഞാൻ ഒരു ദിവസമല്ല പോരാടിയത്, 21 ദിവസം ഞാൻ പോരാടിയിട്ട് അവസാനം എൻ്റെ ഹെൽപ്പിന് വേണ്ടി മിഖായേലിനെ ദൈവം ഇറക്കേണ്ടി വന്നു. മിഖായേൽ ഇറങ്ങി. അങ്ങനെ മിഖായേൽ ഇറങ്ങി വന്ന് താൻ അവിടെ യുദ്ധം ചെയ്തപ്പോഴാണ് ഞാൻ റിലീസായിട്ട് ദാണ്ട് ഇപ്പോൾ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ദൈവമക്കളെ, ഹല്ലേലൂയ, 21 ദിവസം ദാനിയേൽ ഇരുന്നെങ്കിൽ പോലും തൻ്റെ 1-ാമത്തെ ദിവസം തന്നെ മറുപടി കിട്ടിയതാ. പക്ഷേ മറുപടിക്ക് ഇവിടം വരെ എത്തുവാൻ ഒരു പോരാട്ടമുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാത്രി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ഇതുപോലെ പോരാടുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല എന്തുവാ സംഭവിക്കുന്നത്. ദൃശ്യമണ്ഡലത്തിൽ നാം മുട്ടുമടക്കുന്നു, ദൃശ്യമണ്ഡലത്തിൽ ഞാൻ പാട്ട് പാടുന്നു, ദൃശ്യമണ്ഡലത്തിൽ ഞാൻ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പക്ഷേ അദൃശ്യമണ്ഡലത്തിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇത് വിളിച്ചു പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. നീ അറിയാതിരിക്കുമ്പോൾ തന്നെ നിന്റെ വിഷയത്തെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന അന്ധകാരത്തിന് മണ്ഡലങ്ങളുണ്ട്, ദേശത്തിന് അധിപതികളുണ്ട്, അന്ധകാരത്തിന് ചില റൂളേഴ്സ് ഉണ്ട്, സ്വർലോകത്തിലെ ചില ദുഷ്ടാത്മ സേനകളുണ്ട്. ഈ സേനകളോട് നീ പോരാടുകയില്ലെങ്കിലും നീ പോരാടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ എന്നെയും നിന്നെയും യുദ്ധത്തിൽ നമ്മോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അല്പനേരം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇങ്ങനെ സ്തുതിക്കുമ്പോൾ തന്നെ നമ്മൾ അന്യഭാഷ, ഇവിടെ ദൃശ്യമണ്ഡലത്തിൽ അന്യഭാഷകൾ, ദൃശ്യമണ്ഡലത്തിൽ പ്രാർത്ഥനകൾ, ദൃശ്യമണ്ഡലത്തിൽ ആരാധനകൾ ഉയരുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ വലിയ വലിയ ശക്തികളുണ്ട്. അത് ഇളകിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ചിലരുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. അന്ധകാരത്തിലെ ശക്തികൾ മാറട്ടെ. എല്ലാ ദുഷ്ട വ്യാപാര ശക്തികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചില മാസങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയം, ചില വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയം, ദൃശ്യമണ്ഡലത്തിൽ നീ ഒന്നും കാണുന്നില്ലെങ്കിലും ഒരു മറുപടിയും കിട്ടുന്നില്ലെങ്കിലും ദാനിയേൽ പ്രവചനം നമ്മളെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. 21 ദിവസം ഒന്നും കേട്ടില്ല, 21 ദിവസം ഒന്നും അറിഞ്ഞില്ല, 21 ദിവസം കണ്ണുനീർ
കണ്ണുനീർ മാത്രമായിട്ടത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ദാനിയേൽ ഓർത്തു, എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴും മറുപടി വന്നിരുന്നു. ആ മറുപടി അന്ന് വന്നത് അവന്റെ കയ്യിലെത്തുവാൻ ലേറ്റായെങ്കിൽ പോലും ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചിലരുടെ വിഷയത്തിൽ, എൻ്റെ വിഷയത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ ഈ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന മണ്ഡലം ഇന്ന് രാത്രിയിൽ തുറന്നു വരട്ടെ. ജൂരാബ ശന്തനാസി ഹംദാരകം പ്രഭാതന വിക. Come on, can we give a big hand to the Lord? Let's worship the name of the Lord. ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും അന്ധകാരത്തിലെ മണ്ഡലങ്ങൾ പൊളിയട്ടെ, ദുഷ്ടന്റെ വ്യാപാര ശക്തികൾ പൊളിയട്ടെ. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവത്തിന്റെ കരം ഭവനത്തിൽ ഇറങ്ങി വരട്ടെ, കുടുംബത്തിൽ ഇറങ്ങി വരട്ടെ, വ്യക്തി ജീവിതങ്ങൾ ഇറങ്ങി വരട്ടെ. നീ ഇടപെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സ്വർഗമുണ്ട്. ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ, പലരെയും ദൃശ്യമണ്ഡലത്തിലുള്ള യുദ്ധം കാണാതിരിക്കുമ്പോൾ തന്നെ അദൃശ്യ മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആലോചന അറിയിക്കുന്നു. നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മണ്ഡലം, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത മണ്ഡലം, നിനക്ക് ഇടപെടാൻ പറ്റാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി ഇടപെടുന്ന സ്വർഗമുണ്ട്. ഇന്ന് രാത്രി അവൻ ജയം നൽകി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വചനം ഉള്ളിൻ്റെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ, കത്തുന്നുണ്ടെങ്കിൽ, നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി മറുപടി സ്വർഗം നൽകി തരുന്നുണ്ട്. നിന്റെ യുദ്ധത്തിന് വേണ്ടി സ്വർഗം എംപ്റ്റി ചെയ്യണമെങ്കിൽ എൻ്റെ ദൈവം എംപ്റ്റി ചെയ്യും. സ്വർഗത്തെ ശൂന്യമാക്കുന്ന മീൻസ്, ചിന്തിച്ച് നോക്കിക്കേ, ഒരു ദൂതൻ പയറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മിഖായേലിനെ ഇറക്കിയത്. അങ്ങനെയാണെങ്കിൽ what does that mean? That means if God has to empty heaven for you, He will empty heaven for you, because you are precious in His sight. You are so precious in His sight. യേശുവിൻ്റെ ചങ്കിലെ ചോരയും കൊണ്ടാണ് നമ്മളെ അവൻ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. പിശാച് അമ്മാനാടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കാൽവരി ക്രൂശിലെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അവൻ സകല രോഗത്തെയും നമ്മളെ സൗഖ്യമാക്കും എന്ന് വാഗ്ദത്തം ചെയ്ത് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ രക്തം അത്ര ചീപ്പല്ല. ഏതെങ്കിലും പിശാച് അതുകൊണ്ട് കളിക്കുവാനുള്ള ചീപ്പ് രക്തമല്ല, ഏറ്റവും വിലയേറിയ രക്തം കൊണ്ട് വിളിച്ചു വാങ്ങിയതുകൊണ്ട് ഈ ആത്മാവ് നമുക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. Number 2, what Holy Spirit does. Number 2, second, Holy Spirit actually equips us for spiritual warfare. ആത്മീക യുദ്ധത്തിന് വേണ്ടി നമ്മളെ എക്യുപ്പ് ചെയ്യുന്നത്, എക്യുപ്പ് ചെയ്യും. 2 Corinthians chapter 10 verse 4. 2 കൊരിന്ത്യർ 10 അധ്യായം അതിൻ്റെ 4 വാക്യം. For the weapons of our warfare are not carnal, but mighty in God for pulling down strongholds. മലയാളത്തിൽ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഒന്ന്, പോരാട്ടം ജഡികമല്ല. സെക്കൻഡ്, ആയുധങ്ങളും ജഡികമല്ല. ആമേൻ. ഒരു ആയുധം, ഈ ലോകത്തിലെ കാണുന്ന ഒരു ആയുധം കൊണ്ടും നമ്മൾ ഈ പോരാട്ടം ജയിക്കാൻ പറ്റത്തില്ല. ആമേൻ. ബിക്കോസ് ദിസ് ഈസ് സ്പിരിച്വൽ വാർഫെയർ, അദൃശ്യമണ്ഡലത്തിൽ നടക്കുന്ന വാർഫെയറാണ്. സോ വാട്ട് ഹാപ്പൻസ്? ബിക്കോസ് our war is not in the physical realm, our weapons are also not with the physical realm. So what is the weapon? കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ കയ്യിലുള്ളത്. കോട്ടകൾ ഇടിപ്പാൻ. സോ how do you see this one? നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ചില യുദ്ധങ്ങൾ അദൃശ്യമണ്ഡലത്തിൽ കവിഞ്ഞ് ദൃശ്യമണ്ഡലത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് നിറഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ ദൃശ്യമണ്ഡലത്തിൽ കാണും. ആ ദൃശ്യമണ്ഡലത്തിൽ കാണുമ്പോഴത്തേക്കിനാണ് നമ്മുടെ വഴികൾ അടഞ്ഞിരിക്കുന്നത്. നമ്മുടെ പല കാര്യത്തിനുമേലും നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ നമ്മളെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, മുൻപോട്ട് പോകാൻ പറ്റാതെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. അത് ഫിസിക്കൽ തലത്തിൽ പ്രത്യക്ഷമാകുന്നതാണ്. പക്ഷേ ഫിസിക്കൽ തലത്തിൽ പ്രത്യക്ഷമാകുമ്പോഴും നാം പയറ്റുന്നത് നമ്മുടെ സൂപ്പർവൈസറിനോടോ നമ്മുടെ ബോസിനോടോ നമ്മുടെ കമ്പനിയോടോ ഒന്നുമല്ല. നമ്മളെ പയറ്റുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഹോളി സ്പിരിറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ യോശുവയും തൻ്റെ ജനവും യെരിഹോൻ്റെ അടുത്ത് ചെന്നപ്പോഴുള്ള സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടാവും. യെരിഹോൻ്റെ 4 ചുറ്റും നല്ല മതിലുകൾ, ഭയങ്കര വലിയ ഹെഡ്ജായിരുന്നു, വലിയ ഹെഡ്ജ്.
പരിശുദ്ധാത്മാവ് അവർ നോക്കിയപ്പോൾ അവരുടെ വെപ്പൻസ് കൊണ്ട്, അവരുടെ ആയുധം കൊണ്ടോ അവരുടെ കായിക അഭ്യാസം കൊണ്ടോ അവരുടെ മസിൽ പവർ കൊണ്ടോ ഇതൊന്നും താഴെ വീഴ്ത്താൻ പറ്റത്തില്ല. അത്രയ്ക്കും ശക്തമായ ഒരു നല്ല കോട്ടയത്. അപ്പോൾ അവിടുത്തെ സ്ട്രാറ്റജി, പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് അവരെ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്. മാനുഷിക ബുദ്ധിയിൽ നടക്കാത്തൊരു സ്ട്രാറ്റജി. അതിൻ്റെ 4 ചുറ്റും നടക്കുക, അവസാനത്തെ ദിവസം 7 പ്രാവശ്യം നടക്കുക, കാഹളമൂതുക, ഓട്ടോമാറ്റിക്കലി കോട്ടകൾ താഴെ വരും. ആക്ച്വലി ഫിസിക്കൽ റിലേറ്റഡ് സംഭവിച്ച കാര്യമാണ്, അത് സംഭവിച്ച കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പരിശുദ്ധാത്മ പറഞ്ഞു, ഇതാ when all the doors are closed, എല്ലാ തലത്തിലെ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, ആത്മനിറവിൽ ആ പരിശുദ്ധാത്മാ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ചില സമയങ്ങളാണ്. അവൻ നമ്മളെ പ്രിപ്പയർ ചെയ്യും ആരാധനകളിൽ, അവൻ നമ്മളെ പ്രിപ്പയർ ചെയ്യും പ്രാർത്ഥനകളിൽ. ഹല്ലേലൂയ. ചില കോട്ടകളൊക്കെ ഇടിഞ്ഞു വീഴണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ആത്മാവിൻ്റെ ഒരുക്കത്തിൽ, ആത്മാവിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ അതിനെ നേരിടുവാണെങ്കിൽ ഏത് വലിയ മതിലും, ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവവചന ആധാരത്തിൽ ഏത് വലിയ മതിലും, ഏത് അസാധ്യമെന്ന് പറഞ്ഞ മതിലും അത് താഴെ വീണിരിക്കും. അത് സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലരെ നോക്കി പറയട്ടെ, ഫിസിക്കൽ റലത്തിൽ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന, ചില വിഷയത്തിൽ മറുപടി ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ചില കോട്ടകൾ നിങ്ങളുടെ എതിരായി ഉയർന്നതുപോലെ തോന്നുന്നതുപോലെ അതിനെ മറികടക്കാൻ പറ്റാതെ വിഷമിച്ച് ഈ ഹോളിനകത്തിരുന്ന് വിതുമ്പുന്ന, കരയുന്ന ഒരു കൂട്ട ജനത്തെ നോക്കി ദൈവാത്മാവിൽ ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. നീ ചെയ്യുന്ന സ്ട്രാറ്റജി ഇന്നാരോട് പറഞ്ഞാൽ, ഇന്ന വ്യക്തിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്ന് നിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി വെച്ചിട്ട് ആരോടും പറയാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ വേണ്ടി ദൈവാത്മാവിൽ ഞാൻ ആഹ്വാനം നൽകുന്നു. ഇന്ന് രാത്രിയിൽ ആ വിഷയത്തെ നോക്കി ഒരു സൂപ്പർവൈസറിനെ നീ കാണേണ്ട ആവശ്യമില്ല, ആ വിഷയത്തെ നോക്കി ഒരു ബോസിനെ കാണേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരെ നിൽക്കുമ്പോൾ തന്നെ ഇവരെ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു സ്വർഗമുണ്ട്. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ, നിനക്ക് വേണ്ടി വാദിക്കുവാൻ ആ രാജാവുണ്ടെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നീ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ, നീ ഇവിടെ സ്തുതിക്കുമ്പോൾ തന്നെ, ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ സ്ട്രാറ്റജി മാറ്റിവെച്ചിട്ട്, നിന്റെ പദ്ധതികൾ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ യെരിഹോ മതിൽ താഴെ വന്നതുപോലെ ചില മതിലുകൾ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി താഴെ വരുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, there is nothing too hard for my God. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. മാനുഷിക ബലങ്ങളെല്ലാം ക്ഷയിച്ചു പോകുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരു കണ്ണുകളെ അടച്ചുകൊണ്ട് ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഈ ദൈവവചനം നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില അസാധ്യങ്ങളുടെ കോട്ടകൾ, ചില അസാധ്യം എന്ന് പറഞ്ഞ കോട്ടകൾ, ചില രോഗത്തിന് ചില കോട്ടകൾ, മാറത്തില്ലെന്ന് വാദിക്കുന്ന ചില കോട്ടകൾ, അത് കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, ജോലിയുടെ വിഷയമായിക്കോട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൃശ്യമണ്ഡലത്തിൽ കാണുന്നു നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ഒരു വട്ടത്തിനകത്ത്, അതിനകത്ത് അതിന്റെ അപ്പുറം കടത്തി വിടുകയില്ല എന്ന് വാദിക്കുന്ന, ഹല്ലേലൂയ, നിന്റെ വടികളെ അടച്ചു വെച്ച് വാദിക്കുന്ന എല്ലാ കോട്ടകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് താഴെ വരട്ടെ. Let it break right now in the name of Jesus. Hallelujah. Hallelujah. നമ്മുടെ ആയുധങ്ങൾ അത് സ്വർഗീയമത്രേ. നമ്മുടെ ആയുധങ്ങൾ സ്വർഗീയമത്രേ. അത് ഈ ലോകത്തിലെ ആയുധമല്ലാത്തതുകൊണ്ട് ഏത് കോട്ടകളെയും ഇടിച്ച് താഴെ വീഴ്ത്തുവാൻ ശക്തമായ ഒരു ആയുധമാണ്. Can we give a big hand to the Lord and worship the name of the Lord? Zubala rega shate rega siyandono. Regambradini vigeni biga sturaba shamdale hamdaregam prabadana baudala gadagasiya hadarajana viganana bo shamdale. Hallelujah. ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഇവിടെ ഭവനത്തിൽ എത്തുന്ന മുമ്പേ ചില കോട്ടകൾ തകരട്ടെ. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന്, ദൈവത്തിന്റെ വചനം സത്യമാണെന്നും, ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്നും ഈ ജനം അറിയത്തക്കവണ്ണം ഇന്ന് രാത്രിയിൽ ചില കോട്ടകൾ ഇടിഞ്ഞു താഴെ വീഴട്ടെ.
വേറിട്ടുന്ന അന്ധകാരത്തിന് മണ്ഡലങ്ങൾ, പേടിപ്പിക്കുന്ന അന്ധകാരത്തിന് മണ്ഡലങ്ങൾ, വേറിട്ടി നിൽക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇടിഞ്ഞു താഴെ വീഴട്ടെ. Oh, we worship your Lord. We give you glory. We give you honor. We give you praise. Third thing, മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, the Holy Spirit exposes enemies' invisible strategy. പിശാച് അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെണികളെ നമ്മുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. മനസ്സിലായി? പരിശുദ്ധാത്മാവ് വന്നിട്ട് പെട്ടെന്ന് നമ്മളത് കൈയടിച്ച് ഒരു അന്യഭാഷ പറയുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകി തരും. ആമേൻ, ആമേൻ. അത് ദർശനത്തിലാകണമെന്നില്ല, ദർശനത്തിലാകാം, സ്വപ്നത്തിലാകാം, അതല്ലാതും ആകാം. എങ്ങനായാലും നിങ്ങളെ അറിയിച്ചിരിക്കും പരിശുദ്ധാത്മാവ്. ചിലപ്പോൾ ഒരു വ്യക്തി മുഖാന്തരമായിരിക്കും, ചിലപ്പോൾ ഒരു വഴി മുഖാന്തരമായിരിക്കും, ചിലപ്പോൾ ഒരു സാഹചര്യ മുഖാന്തരമായിരിക്കും. നിങ്ങളുടെ മൂലം അങ്ങനെ സാഹചര്യം ഒരുക്കി തരും, നിങ്ങൾ അറിയത്തക്കോണം. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഇപ്പം ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 32 years ഫുൾ ടൈം പാസ്റ്ററൽ മിനിസ്ട്രിയിൽ. 32 years ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആസ് എ പാസ്റ്റർ ദൈവം എന്നെ ഒരു സ്ഥലത്ത് പാസ്റ്ററാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള തെളിവ് എൻ്റെ എന്ന് പറയാം. ദൈവസഭയ്ക്കകത്ത് വരുന്ന മിക്കവാറുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ അറിയിക്കും. ആ വീട്ടുകാർ അറിയിച്ചില്ലെങ്കിൽ പോലും ദൈവാത്മാവ് അത് അറിയിക്കും. അത് ചിലപ്പം സ്വപ്നത്തിലായിരിക്കും, ചിലപ്പോൾ ദർശനത്തിൽ, ചിലപ്പം ഞാൻ അറിയേണ്ട കാര്യം ആയതുകൊണ്ട് വേറൊരു വ്യക്തിയോട് നിന്നായിരിക്കും. പക്ഷേ നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ അർത്ഥം നമ്മളോട് ബന്ധപ്പെട്ട ഏത് കെണി ഒരുക്കിയാലും, പിശാച് എന്ത് കെണി ഒരുക്കിയാലും നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകി തരും. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഈ John 16:13, the Gospel of John chapter 16 verse 13, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, but when he the Spirit of truth comes, he will guide you in all truths. He will guide you in all truths. മലയാളത്തിൽ എന്തോ എഴുതിക്കുന്നത്? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി. അവൻ ഒരിക്കലും വ്യാജത്തിൽ വഴി നടത്തത്തില്ല, സത്യത്തിൽ. ഈ സത്യത്തിൽ നടത്തുമെന്ന് പറയുമ്പോൾ ദൈവവചന സത്യത്തിൽ മാത്രമല്ല, നാം അറിയേണ്ട സകല സത്യത്തിലും. ഈവൻ പിശാച് നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെണികളെപ്പോലും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകി തരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പഴയ നിയമത്തിൽ കാണുവാണെങ്കിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്റ്റോറി അറിയാവുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അതിനകത്തൊരു സ്റ്റോറിയുണ്ട്. എലീഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു വലിയ ഒരു മൗണ്ടനിലായി സംഭവിക്കുന്നത് കേട്ടോ. മൗണ്ടനിൽ, ഒരു പർവ്വതത്തിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ പ്രവാചക ശിഷ്യൻ ഓടി വന്ന് തനിക്കൊരു ന്യൂസ് വരുന്നുണ്ട്. പുള്ളി താഴെ പോയി നോക്കിയപ്പോൾ 4 ചുറ്റും 3-4 രാജ്യങ്ങളുടെ ആർമീസ്, സൈന്യങ്ങൾ മൊത്തം നിറഞ്ഞിരിക്കുക, താഴ്വരയിൽ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുക. ഈ പുള്ളി ഇത് കണ്ടിട്ട് പേടിച്ച് ഓടി വന്ന് പ്രവാചകനോട് പറയുന്നൊരു വാക്കുണ്ട്, പ്രവാചക, വി ആർ ഡൺ, വി ആർ ഗോൺ, എല്ലാം കഴിഞ്ഞു, തീർന്നു. എന്തോ സംഭവിച്ചത്? അയ്യോ, നീ കണ്ണ് തുറന്ന് ഇതൊന്ന് വാതിൽ, നിന്റെ കിളിവാതിലൊക്കെ തുറന്ന്, വിൻഡോ ഒക്കെ തുറന്ന് താഴെ നോക്കാൻ പറഞ്ഞു. താഴെ നോക്കുമ്പോൾ എന്തുവാ? സൈന്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. താൻ ആ പ്രവാചക ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് താൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ, ഞാൻ കാണുന്നത് ഇവൻ കാണുവാൻ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോൾ താൻ അടച്ച മുറിക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച എന്തോന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് ഊരിവാളുമായി കോടാനിക്കോടി ദൂതന്മാരിങ്ങനെ ഇറങ്ങി വരുക. ആ താഴേന്ന് ശത്രു സൈന്യം കയറി വരുമ്പോൾ മുകളിൽ നിന്ന് ഊരിവാളുമായി ദൂതന്മാരുടെ ഒരു വലിയ സംഘമായി ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ഈ കെണി ഇവിടുന്ന് ഒരുക്കുമ്പോൾ ഈ കെണിയെ അറിയിച്ച ദൈവം, ആ പ്രാർത്ഥന മുറിക്കകത്ത് എലീശായ ദൈവം ഇതാ ഈ ഒരു കാഴ്ച അറിയിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് പറയുന്നത്? നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കെണിയുണ്ട്, ഈ കെണിക്ക് അവൻ
എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കെണി ഒരുക്കുമ്പോഴും ദൈവം പറയുന്നുണ്ട്, എൻ്റെ ഒരു ദൂത സൈന്യം നിനക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏത് വ്യക്തി ഏത് കെണി ഒരുക്കിക്കോട്ടെ, തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, എത്ര ഉപായങ്ങളും ആര് വേണമെങ്കിലും ഒരുക്കിക്കോട്ടെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏത് വ്യക്തിയും ഏത് കെണിയും ഒരുക്കിക്കോട്ടെ, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നും അത് വെളിപ്പെടുത്തി നൽകി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കും. ഒരുമിച്ച് സ്തോത്രം ചെയ്തു വന്ന് ഞാനൊരു കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയാം. നമ്മുടെ ഒരു ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നമുക്കൊക്കെ അറിയണം ആരാ ഒരുക്കിയത് കെണി, എവിടെ ഒരുക്കിയത് കെണി, എങ്ങനെയാണ് ഒരുക്കിയത് കെണി. അതറിയാൻ വേണ്ടി നമ്മളുള്ള പ്രവാചകന്മാരെല്ലാം വിളിക്കും അല്ലേ. അപ്പോഴായിരിക്കും ആ പുള്ളി പറയുന്നത് നിങ്ങളുടെ അയൽവക്കക്കാരനാ, പറയുന്നത് നിങ്ങളുടെ തന്നെ സ്വന്തം സഹോദരനാ, പിന്നെ കുടുംബത്തിൽ പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം, ഭയങ്കര പ്രശ്നം. ദൈവമക്കളെ, ഇതിൻ്റെ പുറത്തൊരു PhD ചെയ്യേണ്ട ആവശ്യമില്ല. ആര് ചെയ്തു, എന്ത് ചെയ്തു, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. എനിക്ക് ഒറ്റ കാര്യം അറിയാം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ഭവനത്തിൽ ഒരു ഉറുമ്പ് പോലും എറിഞ്ഞു കയറത്തില്ല. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ചില ഭവനങ്ങളെ നോക്കി പ്രവചനാത്മാവിലാണ് ഞാൻ പറയുന്നത്. നിനക്ക് വേണ്ടി ഒരുക്കുന്ന കെണി എത്രയും വലുതായിക്കോട്ടെ, അവർ കൂട്ടമായി വന്ന് ചെയ്തോട്ടെ, അവർ ഒരുമിച്ച് കൂടി ചെയ്തോട്ടെ, ഏത് തന്ത്രങ്ങൾ മെനഞ്ഞാലും ഏത് മന്ത്രങ്ങൾ മെനഞ്ഞാലും ഒരു ദൈവ പൈതലിൻ്റെ കൂടാരത്തിൽ അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ കയറത്തില്ലെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് അഴിക്കാനും പോകേണ്ട ആവശ്യമില്ല, അത് അറിയാൻ പോകേണ്ട ആവശ്യമില്ല. അതൊന്നും നിന്റെ ജോലിയല്ല. അഴിക്കുകയും പണിയുകയും പൊതിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ കണ്ണ് തുറക്കപ്പെട്ടവർക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആമേൻ. ദൃശ്യമണ്ഡലത്തിൽ കണ്ണുള്ളവന് എപ്പോഴും വഴക്കേ കാണത്തുള്ളൂ. അവൻ അറിയണം, അവൻ ഇവിടുത്തെ കാര്യം അറിയണം, അവൻ ഇവിടുത്തെ എല്ലാ പദ്ധതി അറിയണം, ഇവിടുത്തെ എല്ലാ കാര്യം അറിയണം. അത് ഇവിടുത്തെ കണ്ണ് തുറക്കുന്നവരാ. പക്ഷേ സ്വർഗത്തിലെ അദൃശ്യമണ്ഡലത്തിൽ കണ്ണ് തുറക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുകയില്ല. ഇതിനെ ഒരു പ്രവചനമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടോ? ജുരാബ ശംധന സിയാന്തുറുബുഷി ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ലെന്ന്, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. ഹാലലൂയ. ഒരു ലക്ഷണം നിന്റെ എതിരായി വരികയില്ല. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ദൈവ പൈതലേ, യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടപ്പെട്ട ദൈവജനമേ, നിന്റെ എതിരായി ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ അവൻ ഒരുക്കുന്ന കെണികൾ നിന്റെ മുമ്പിൽ ചലിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ദൂത് പറയുവാണെങ്കിൽ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റും. ഹാലലൂയ. നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ പണം, നിന്റെ ജോലി, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണത്തിനകത്താണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തോത്രം ചെയ്തോ. ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല. അവൻ അറിഞ്ഞിട്ടൊരു കാര്യം സംഭവിക്കുവാണെങ്കിൽ അതിന് നീക്കുപോക്ക് തരുവാനും എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അല്പനേരം ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അന്യഭാഷകളിൽ അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്തോന്ന്. ബിക്കോസ് ആ ആത്മമണ്ഡലത്തിൽ ഹാലലൂയ പിശാച് ഒരുക്കുന്ന കെണികളെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. നിന്നെ ഇരുട്ടിനകത്ത് വെക്കയില്ല. ആ കെണിക്കകത്ത് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. We worship you, Lord. We give you glory. We give you honor. We give you praise. See, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടത് ഇതുപോലത്തെ സത്യങ്ങളിലേക്ക് വഴി നടത്താനാ. പരിശുദ്ധാത്മാ ഇല്ലാത്തവരാ താഴെ നടക്കുന്ന കാര്യമൊക്കെ ദൃശ്യമണ്ഡലത്തിൽ കാണണം, ദൃശ്യമണ്ഡലത്തിൽ പോരാടണം. ഇനി ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവനോട് പിന്നെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുക. നാളെ കാണുമ്പോൾ കൈ കൊടുക്കത്തില്ല, നാളെ കാണുമ്പോൾ സംസാരിക്കത്തില്ല. ചിലപ്പോൾ ഒക്കെ ഈ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ തന്നെ വീട്ടിലുള്ള ആളാണ്, അപ്പോൾ ആ വീട്ടുകാരോടുള്ള എല്ലാം മുഷിച്ചിൽ. ദൈവമക്കളെ, ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു സംഭവം ഇവിടെ സംഭവിക്കത്തില്ല. We are secure in the hands of God. How many of you feel you are secure in the hands of God? You are very much safe and secure in the hands of God. Your God is fighting for you. Amen. Your Lord is fighting for you. Number four. Not only he just observes and unveils the things. അത് വെളിപ്പെടുത്തുക തന്നെ മാത്രമല്ല, he also protects you against every warfare. ഏത് വാർഫെയറിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് നാലാമത്തെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. സി ഐസയ 59:19, യെശയ്യാ പ്രവചനം 59 അധ്യായം അതിൻ്റെ 19 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, when enemy comes in like a flood, the spirit of the Lord will lift up a standard against him. മലയാളത്തിൽ അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? അങ്ങനെ അവർ പടിഞ്ഞാറ്
ഓക്കെ വായിച്ച അതാണോ? അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായ്ക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ശ്വാസം തള്ളിപ്പായ്ക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. See, in English, the Spirit of the Lord will lift up a standard against him when the enemy comes like a flood. ശത്രു സൈന്യം ഒരു ഫ്ലഡ് പോലെ, നദി ഒഴുകുന്നത് പോലെ, ഒരു വലിയ ഒരു ഫ്ലഡ് പോലും കടന്നു വന്നാൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെ പറയുക, യഹോവയുടെ ശ്വാസം എന്ന് പറയുമ്പോൾ that's the Spirit of the Lord. He takes a stand against you. ഈ സ്പിരിച്വൽ റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് ദ സെയിം തിങ്. ഇസ്രായേൽ മക്കൾ, ഞാൻ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ടും പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയാണ്. ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾ ചെങ്കടലൊക്കെ കടന്നൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അവിടെ ഇങ്ങനെ പറഞ്ഞത്, ദൈവം തന്നെ ദൂതന്മാരെ അയക്കുന്നത് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നി തൂണുമായിട്ടാണ്. ഒരു പ്രൊട്ടക്ഷനായിരുന്നു, ഒരു പ്രൊട്ടക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഈസ് എ സെയിം പ്രൊട്ടക്ഷൻ the Holy Spirit is sending it to you. Amen. പിശാച് എത്ര കെണിയും ഒരുക്കിയാലും എത്ര ശക്തമായി വന്നാലും ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലഡിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഇഷ്യൂ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സ്വർഗമുണ്ട്. Amen. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചു, നമ്മളെ കർത്താവ് വീണ്ടെടുത്തു, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഈ ലോകയാത്രയിൽ വേണ്ടിയ സംരക്ഷണമാണ് പരിശുദ്ധാത്മാ നമുക്ക് നൽകി തരുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം നമുക്കൊണ്ട് തീയതി വെച്ചിട്ടുണ്ട്. നാം നിത്യതയെ പ്രവേശിക്കുവാൻ നമ്മുടെ മരണം നിശ്ചയിച്ച ഒരു തീയതിയുണ്ട്. ആ തീയതി എത്തുന്നത് വരെ നീ അനുഭവിക്കുന്ന എല്ലാ പോരുകളും അതിൻ്റെ മധ്യത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ, ജീവനോട് ഇരിക്കുമ്പോൾ, നമ്മളൊക്കെ നല്ല വണ്ടികൾ ഒക്കെ ഓടിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ് കൊണ്ടല്ല നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ് അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉള്ളതും അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിമിത്തമല്ല, ദൈവത്തിൻ്റെ കരം മാത്രമേ ഉള്ളൂ. എല്ലാ യൗവനക്കാരോടും എല്ലാ കുഞ്ഞുങ്ങളോടും എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. നമ്മളൊക്കെ ഇവിടെ വന്നത്, ഇത്രയും വരെ എത്തിയത് നമ്മുടെ കരവിരുതല്ല, നമ്മുടെ കാലിബർ അല്ല, നമ്മുടെ കോൺഫിഡൻസുമല്ല. എല്ലാം തകർന്നു പോയ സമയങ്ങളുണ്ട്, താണുപോയ സ്ഥലങ്ങളുണ്ട്, ഒന്നും ചലിക്കാതിരുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വരെ നിർത്തിയത് ദൈവത്തിന് പ്രൊട്ടക്ഷൻ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പ്രൊട്ടക്ഷൻ ഉള്ളവർ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ എന്ന്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ, വീട്ടിൽ നിന്ന് ജോലിയിലെത്തുമ്പോൾ, എത്ര പക്ഷെ ഉറക്കത്തിൽ ഈ വാഹനമൊക്കെ ഓടിച്ചിട്ട് മടങ്ങി വരുമ്പോഴും അവിടെ നിർത്തിയത് ദൈവത്തിന്റെ കരമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. ആക്സിഡന്റിന് രക്ഷപ്പെട്ടത്, രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, മരണക്കിടക്ക മാറ്റിവരിച്ചത്, രോഗക്കിടക്ക മാറ്റിവരിച്ചത്, അതൊക്കെ ദൈവത്തിന്റെ സംരക്ഷണമാണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തോ. ഈ ഹോളിലിരിക്കുമ്പോൾ, ഈ ചെയറിലിരിക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരി വകയുണ്ട്. ദൈവമക്കളെ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരി വകയുണ്ട്. ഈ കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ അവൻ ഭാഗ്യം നൽകി തന്നതിനായി ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തുവെന്ന്. ഇത്രയും യാത്രകൾ ചെയ്യുമ്പോൾ, എത്രയോ വിമാന അപകടങ്ങൾ നടക്കുമ്പോൾ, നാം കയറിയ വിമാനത്തെ ഇവിടം വരെ എത്തിക്കുവാൻ നമ്മുടെ ദൈവം നൽകി തന്ന സംരക്ഷണത്തിനായി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ എന്ന്. നമ്മുടെ കുടുംബം ഇവിടെ വരെ എത്തുവാൻ കർത്താവ് നൽകി തന്ന കൃപയ്ക്കായി ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആ കരങ്ങൾ തട്ടി അല്പം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just worship God? I want to just give this time to worship the Lord. Worship the Lord. Worship the Lord. Worship the Lord. സേഫ്റ്റിക്കായി, സെക്യൂരിറ്റിക്കായി, കുഞ്ഞുങ്ങൾക്കായി, കുടുംബത്തിനായി, ജോലിക്കായി, ആത്മിക ജീവിതത്തിനായി, വിശ്വാസം തളർന്നു പോകാതെ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി. ഉപവാസത്തിന്റെ ബലത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ആത്മീക ബലമെന്ന ഉപവാസത്തിന്റെ ബലമൊന്നുമല്ല, കർത്താവ് നിർത്തിയത് കൊണ്ടാ ഇവിടെ നിൽക്കുന്നത്. നിന്നതല്ല, അവൻ എന്നെ നിർത്തിയതാ. പ്രൊട്ടക്ഷൻ ഹോളി സ്പിരിറ്റ് നൽകി തരുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇവിടം വരെ വന്നതൊന്നും നമ്മുടെ കരവിരുതൊന്നും അല്ലെന്ന്. ആമേൻ.
നമ്മളൊക്കെ നഴ്സിംഗ് കപ്പാസിറ്റി അത്രയ്ക്ക് കൂടിയത് കൊണ്ടൊന്നും അല്ല ഇവിടെ വരെ എത്തിയത്. കർത്താവിൻ്റെ കൃപയാണ്. ആമേൻ. ഇന്ന് ആ പേഷ്യൻസ് ഒക്കെ, നിങ്ങളുടെ കയ്യിലുള്ള പേഷ്യൻസ് ഒക്കെ സ്വസ്ഥമായി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ ഒരു ഫേവറും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ ഒന്ന്? പ്രൈസ് ഗാഡ്. നമ്പർ 5, നോട്ട് ജസ്റ്റ് പ്രൊട്ടക്ട്സ് ബട്ട് ഹി ഓൾസോ സ്ട്രെങ്തൻസ്. നമ്മളെ സംരക്ഷിക്കുക മാത്രമല്ല, ഏറ്റവും ബലഹീനാവസ്ഥയിൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നതും ഈ പരിശുദ്ധാത്മാവാണ്. ആമേൻ. അതുകൊണ്ട് സെക്കറിയ 4:6 നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം അല്ലേ? നോട്ട് ബൈ മൈറ്റ്, ഇറ്റ്സ് നോട്ട് ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ. ഈ പല പോരാട്ടങ്ങളും നമ്മൾ പോരാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത്ര വീമ്പൊക്കെ അടിക്കും. അയ്യോ, ഞാൻ ഇന്ന് അത് ചെയ്തായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ നേരത്തെ അത് മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വലിയൊരു വീരവാദമുണ്ട്. നമ്മുടെ സാക്ഷികളൊക്കെ കേൾക്കാൻ പറ്റുമോ വീരവാദങ്ങളൊക്കെ? പക്ഷേ ശ്രദ്ധിക്കണം, ഈ വീരവാദമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പഴയ നിയമത്തിലൊരു സംഭവമുണ്ട്, ഗിദിയോൻ്റെ സംഭവം നമുക്കറിയാം. ഗിദിയോൻ ഭയങ്കര യുദ്ധം നേരിടുമ്പോൾ ദൈവം ഗിദിയോനോട് പറഞ്ഞു, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഐ വിൽ ഗിവ് യു വിക്ടറി. 32,000 സൈനികം അല്ലെങ്കിൽ സോൾജേഴ്സ് നടത്താൻ പോകുന്നത് ദൈവം പറഞ്ഞു മാറ്റാൻ പറഞ്ഞു. 32,000 അകത്തൊന്നും എവിടെ വരെ എത്തിയെന്ന് അറിയാമോ? എത്ര വരെ എത്തി? 300 വരെ എത്തി. 300. സത്യം പറഞ്ഞാൽ 300ൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും പഠിച്ചത് കൊണ്ട് ഇനിയും പറയാം, 300ൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. ആക്ച്വലി അതുപോലെ വേണ്ടായിരുന്നു. പക്ഷേ ദൈവം അവിടെ ഒരു പാഠം പഠിപ്പിക്കുന്നത്, അവരെ 300 ആക്കി നിർത്തിയെന്നേ ഉള്ളൂ. ശത്രു സൈന്യം ഭയങ്കര സൈന്യമാണ്. 32,000 സൈന്യം ഇവരുടെ കയ്യിൽ ഉണ്ടിട്ട് പോലും ഇവർക്ക് യുദ്ധം ചെയ്യാൻ പേടിയായിരുന്നു. 32,000 ഉള്ളപ്പോൾ യുദ്ധം ചെയ്യാൻ പേടിക്കുന്ന ഈ വ്യക്തികളോട് പറയുക, 300 കൊണ്ട് നിങ്ങൾ പോയാൽ മതിയെന്ന്. പോയത് എന്തും കൊണ്ടാണ്? വാളൊന്നും ഇല്ല കയ്യിൽ. നമുക്കറിയാമല്ലോ എന്തൊക്കെയുണ്ടെന്നല്ലേ? വാളൊന്നുമില്ല. അവർ ചില പന്തം കത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരവിടെ ചെന്നിട്ട് ഓരോ ആർപ്പും ഒരു പന്തം, 300 പേര് കൂടി ഒരു പന്തം കൂടി കത്തിച്ചു. അപ്പോഴത്തേന് ശത്രു സൈന്യം തമ്മിൽ അടിച്ച് ചത്തു. ദൈവം അവർക്ക് ജയം നൽകി കൊടുത്തു. അവിടെ ദൈവത്തിന് ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ദൈവം ഒരു യുദ്ധത്തിൽ ജയം നൽകി തരുമ്പോൾ സൈന്യം വേണമെന്നില്ല, നമ്മുടെ ശക്തി വേണമെന്നില്ല, അവൻ്റെ ആത്മാവ് മാത്രം മതി. ആമേൻ. ഈ 300 പേരെ നിർത്തി പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ വാളുമില്ല, കുന്തവുമില്ല. Nothing is there. The battle is not won by sword or the spear. It's not ever won by the sword or the spear, but it is won by the Spirit of the Lord. ഇന്ന് രാത്രിയിൽ എല്ലാ അഭ്യാസവും ഒന്ന് മാറ്റിവെച്ചിട്ട്, വിഷയത്തെ നമ്മൾ നേരിടുമ്പോൾ എല്ലാ അഭ്യാസം മാറ്റിവെച്ചിട്ട് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ആമേൻ. ഇവിടെ വേറെ പാഠം കൂടിയുണ്ട്. ഈ 300 പേരെ നിർത്തുമ്പോൾ ഒരു പാഠം കൂടിയുണ്ട്. ഈ 300 നിർത്തുമ്പോൾ പറയുന്നത്, നീ നിന്നാ മതി, ജസ്റ്റ് നിന്നാ മതി. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദാറ്റ് ഐ ആം ഗാഡ്. ആമേൻ. ഓടിപ്പോകല്ലേ, നിന്നാ മതി. നിന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാം, നീ അല്ല ഒന്നും ചെയ്തത്, ചെയ്യുന്ന സ്വർഗമാണ്. ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. ആമേൻ. ചിലരെ ബലപ്പെടുത്തുന്ന ഈ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. Hallelujah. Can I speak this as a prophecy to somebody? ദൈവവചനത്തിൽ ആധാരമായ ഒരു പ്രവചനമായിട്ട് ഇത് ഏറ്റു പറയാൻ പറ്റുക. കർത്താവിനോട് പറയാൻ പറ്റുമോ? കർത്താവേ, ഐ ജസ്റ്റ് സ്റ്റാൻഡ് ദെയർ. ഞാനിവിടെ നിൽക്കുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. ആമേൻ. ഇന്ന് രാത്രിയിലും ജയം നൽകി തരുവാൻ ഈ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിലെ സമയം നമുക്ക് തീർന്നു. ഈ സമയത്തിനുള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിച്ച ഈ 5 കാര്യം ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമെന്ന്. Can I call the choir? Would you just come forward for a minute? ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചു വന്ന്, എല്ലാ കണ്ണുകളും അടച്ചേ ഒരു നിമിഷം. ഒരു വലിയ യുദ്ധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി നൽകി തന്ന ഒരു യുദ്ധമുണ്ടല്ലോ. ആ യുദ്ധത്തിൽ സ്വർഗീയ സൈന്യം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ, എല്ലാ കണ്ണുകളും അടച്ച് അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റും. എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ എനിക്ക് ജയം വേണം എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റും. ഒരു നിമിഷം നമ്മുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം.
പറ്റുമെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. ഈ പോരാട്ടത്തിൽ നമ്മോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നല്ല ഉറപ്പുള്ള 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു വന്ന് പ്ലീസ് എവ്രിബഡി. ആമേൻ. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. കൊയർ തയ്യാറായിക്കൊണ്ടിരിക്കും, അവർ പാട്ടുപാടി അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ ഇവിടുന്ന് പോകുന്ന മുമ്പേ ഒരു വലിയ വിടുതലോട് ഇന്ന് ഇവിടുന്ന് കടന്നു പോകണം. ഭവനത്തിൽ എത്തിച്ചേരുന്ന മുമ്പേ ചില വിടുതൽ കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കാൻ കാരണമായി തീരും. ഈ ദൈവവചനം സത്യമാണെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടല്ല ഇവിടെ വരുന്നത്, ഇത് വലിയ ട്രാൻസ്ഫോർമേഷൻ ആയി വരട്ടെ. അല്പനേരം നാവുകൾ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. എല്ലാ നാവും അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷകൾ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമ്പോൾ അന്യഭാഷയിൽ പോരാടാം. നമ്മൾ ദൃശ്യമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൃശ്യമണ്ഡലത്തിൽ ആരാധിക്കുമ്പോൾ, അദൃശ്യമണ്ഡലത്തിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി പോരാടുന്ന ഒരു സ്വർഗമുണ്ട്. പരിശുദ്ധാത്മാവ് അന്യഭാഷ മാത്രമല്ല പറയുന്നത്, ഫാർസി പ്രഭുക്കളെയും ഈ ലോകത്തിൽ ഭരിക്കുന്ന ദുഷ്ടാത്മാ സേനകളെ മൊത്തം തകർക്കുവാൻ ശക്തനായ ഒരു പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ഒരുമിച്ച് കരങ്ങൾ തട്ടി ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. Come on everybody, come on. Come on. Hallelujah. Praise the Lord. Hallelujah. Thank you Jesus. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. തിരുകൃപയല്ലോ ശരണമവന്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനേ. തിരുകൃപയല്ലോ ശരണമവന്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മോട് ഹത്യമായി സംസാരിക്കുവാൻ കൊണ്ടിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മോട് കൂടി ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും ഹല്ലേലൂയ നമ്മളുള്ള പോരാട്ടങ്ങളിൽ നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമുക്ക് തുണയായിരിക്കുന്ന, നമ്മെ അതറിയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടി ഇരുന്ന് ദൈവം നടത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ ദൈവം ദാനമാകുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വനുവാൻ നിൽക്കുവാൻ തൊക്കണം കർത്തദാസനെ ദൈവശക്തിയായി ഉപയോഗിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിന് ഹല്ലേലൂയ ഒരു ആശയോടും ഉറപ്പും ധൈര്യവും നൽകുന്നതായി തീരുവാൻ തൊക്കണം. ദൈവം സഹായിച്ചല്ലോ. ദൈവങ്ങളെ ഏൽപ്പിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ മടക്കാതെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ. പ്രിയ തോമസ് അനീച്ചാൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സമാധാനത്തോടുകൂടി നിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് തിരുവചനം ശ്രവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടി ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾക്ക് നൽകി തന്നു. അത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ അത്താണിയാകുമെന്ന് കരുതി ഞങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഉറ്റവരും ഉടയവരുമാകുന്ന ഈ ലോകത്തിൻ്റെ താങ്ങുകൾ നിനയാത്ത നേരത്ത് ഞങ്ങളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യമായ ശക്തിയാൽ ഹല്ലേലൂയ ഈ മരുഭൂമി യാത്രയിൽ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവശക്തിയെ ഓർത്ത്, ദൈവകൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം കർത്താവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഇന്ന് കേൾക്കുവാനും ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുവാനും അവിടുന്ന് അവസരങ്ങളെ ഒരുക്കി തന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ കർത്താവേ നാവ് കൊണ്ട് ചിലത് പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ള അല്ല, ഈ ലോകത്ത് ഞങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ, ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരുവാൻ, കരം പിടിച്ച് വഴി നടത്തുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ഓരോ ചലനങ്ങളിലും ഈ ലോകത്തിൽ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കണ്ട് അതിൽമേൽ ജയമെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾക്കിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന തൊട്ടറിഞ്ഞ് ഞങ്ങളുടെ ആത്മാവിൻ്റെ ഞരക്കം കേട്ട് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിക്കുവാൻ കർത്താവേ നിന്റെ ദാസനെ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ മധ്യേ നിർത്തി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ ശക്തമായി ഈ ദേശത്തോടുള്ള ആലോചന നിന്റെ ദാസനിൽ കൂടി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം കൂടുതൽ ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, ഈ ദേശത്തോടുള്ള വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ വിശ്വസ്തയോടുകൂടെ നിന്ന് കർത്താവിന് വേണ്ടി പോരാടുവാൻ ജനത്തെ അവിടുന്ന് ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ഒരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. സാഹചര്യം പിന്നെയും ഞങ്ങൾക്ക് അനുകൂലമായി തന്ന് വരുന്ന ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ ശക്തമായി ദൈവാലോചന കേട്ട് അനുഗ്രഹം പ്രാപിച്ച് കർത്താവെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വരവിനായി ഞങ്ങളെ ഒരുക്കണം, പ്രത്യാശയിൽ ഞങ്ങളെ നിലനിർത്തണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ അടുത്ത ശനി, ഞായർ, തിങ്കൾ, സാറ്റർഡേ, സൺഡേ, മൺഡേ ദിവസങ്ങളിൽ ഇവിടെ വെച്ച് തന്നെ ഇതേ സമയം തന്നെ കണ്ടിന്യൂ ചെയ്തായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും